ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. 39ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതായ വേദവചന ചിന്ത എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു സങ്കീർത്തനമാണ് 39ാമത്തെ സങ്കീർത്തനം. വായിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്നുണ്ടോ? 39ാം സങ്കീർത്തനം വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ദയവായി ഒന്ന് കൈവയ്ക്കാൻ. സ്തോത്രം, സ്തോത്രം. 39ാം സങ്കീർത്തനം എല്ലാവരും വായിച്ച സങ്കീർത്തനമാണ്. നിങ്ങളെല്ലാവരും ധ്യാനിച്ചതുകൊണ്ട് എനിക്ക് പറയാനും വളരെ എളുപ്പമാണ്. സ്തോത്രം. കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 39ാം സങ്കീർത്തനം 13 വാക്യങ്ങളുള്ള സങ്കീർത്തനമാണ്. അതിൻ്റെ തലക്കെട്ടിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യദൂദൂൻ എന്ന സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. യദൂദൂൻ എന്ന സംഗീത പ്രമാണിക്ക് പാടുവാനായി ദാവീദ് എഴുതി കൊടുത്ത ഗീതമാണ് 39ാമത്തെ സങ്കീർത്തനം. യദൂദാൻ്റെ പല സങ്കീർത്തനങ്ങളും സങ്കീർത്തന പുസ്തകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആരാണ് ഈ യദൂദാൻ എന്ന് പറയുന്ന വ്യക്തി? സംഗീത പ്രമാണിമാരിൽ ശ്രേഷ്ഠരായ 3 വ്യക്തികളിൽ പ്രധാനിയായിരുന്നു യദൂദാൻ. അത് മനസ്സിലാക്കണമെങ്കിൽ 1 ദിനവൃത്താന്ത പുസ്തകം 16ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 1 ദിനവൃത്താന്ത പുസ്തകം 25ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 2 ദിനവൃത്താന്ത പുസ്തകം 5ാം അധ്യായം 12ാമത്തെ വാക്യവും ചേർന്ന് വായിച്ചാൽ ആരാണ് ഈ സംഗീത പ്രമാണി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു വാക്യം മാത്രം വായിച്ച് ആ ഭാഗം ഒന്ന് വിശദീകരിച്ച് വേഗത്തിൽ അത് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 16ാം അധ്യായം അതിൻ്റെ 40, 41, 42 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അവൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമൊക്കെയും രാവിലെയും വൈകുന്നേരവും നിത്യം ഹോമപീഠത്തിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗം കഴിപ്പാനും അവരോടുകൂടെ ഹേമാൻ, ശ്രദ്ധിച്ചോണം, ഹേമാൻ, യദൂദൂൻ മുതലായി പേർ വിവരം പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠന്മാരെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനും നിയമിച്ചു. കണ്ടോ, 3 സംഗീത പ്രമാണികളിൽ അല്ല, 1 ആസാഫ്, 2 ഹേമാൻ, 3 യദൂദാൻ. ഈ 3 പ്രമാണികളിൽ ഏറ്റവും ശ്രേഷ്ഠ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് യദൂദാൻ. പിൽക്കാലത്ത് യദൂന്യരാഗം എന്നുള്ള പേരിൽ ഒരു സംഗീതരാഗം പോലും ഉണ്ടായി വന്നതായിട്ട് നമുക്ക് സങ്കീർത്തന പുസ്തകം തന്നെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. 60ാം സങ്കീർത്തനം, 62ാം സങ്കീർത്തനം അതിൻ്റെ 1ാമത്തെ വാക്യം, 27ാം സങ്കീർത്തനം അതിൻ്റെ 1ാമത്തെ വാക്യം പരിശോധിച്ചാൽ യദൂദാൻ രാഗത്തിലാണ് ആ സങ്കീർത്തനങ്ങളെല്ലാം എഴുതിയത്. അപ്പോൾ യദൂദാൻ എന്നത് ഒരു സംഗീത പ്രമാണിയായിരുന്നു. സംഗീതജ്ഞന്മാരുടെ തലവന്മാരിൽ 3 ഏറ്റവും പ്രധാനിയായ ഒരു വ്യക്തിയായിരുന്നു യദൂദാൻ. 38ാം സങ്കീർത്തനത്തിൽ രോഗം മൂലം നിന്ദിതനും ബാധിതനുമായി മാറിത്തീർന്ന ദാവീദിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ശാരീരികമായി തളർന്ന്, മാനസികമായി തളർന്ന് വളരെ പ്രയാസത്തോടെ ആയിരിക്കുന്ന ദാവീദിനെയാണ് നമ്മൾ കാണുന്നത് 38ാമത്തെ സങ്കീർത്തനത്തിൽ. അവിടെ ആത്മീകമായ പ്രത്യാശയോടെ താൻ അവസാന വാക്യം അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്: എൻ്റെ രക്ഷയാകുന്ന കർത്താവേ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. സ്തോത്രം. ഈ 38ാം സങ്കീർത്തനത്തോട് ചേർന്നുകൊണ്ടാണ് 39ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് എന്നുള്ളത് പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രാർത്ഥന 39ാമത്തെ സങ്കീർത്തനത്തിലും തുടരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 39ാം സങ്കീർത്തനത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, ഏകാഗ്രതയോടെ തിരുവചനം ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് അത് ആശ്വാസം, വിടുതലായിട്ട് മാറും എന്ന് ഞാൻ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ വെറും ഒരു ഉപകരണം മാത്രമാണ്. എൻ്റെ സ്തോത്രം അറിവോ ചിന്തകളോ ബുദ്ധിയോ ഒന്നുമല്ല. ആത്മാവ് എനിക്ക് തന്ന കൃപ പോലെ നിങ്ങളോട് ഈ സങ്കീർത്തനത്തിൻ്റെ ചിന്തകളിലേക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ, നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം അറിയേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 39ാം സങ്കീർത്തനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. പ്രസക്തമായ 3 അറിവുകൾ ഈ സങ്കീർത്തനത്തിനകത്ത് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പ്രസക്തമായ 3 അറിവുകൾ. അതിൽ 1ാമത്തെ അറിവ്, നാവ് സൂക്ഷിക്കാൻ നാം അറിഞ്ഞിരിക്കണം. 1ാമത്തെ ചിന്ത, നാവ് സൂക്ഷിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. 39ാം സങ്കീർത്തനത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും
ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയിടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എൻ്റെ സങ്കടം പൊങ്ങി വന്നു. അപ്പോൾ 39-ാം സങ്കീർത്തനം എഴുതിയ ദാവീദ് പറയാണ്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, അറിയേണ്ട ചിന്ത, ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ചിന്ത, പരിശുദ്ധാത്മാവ് ഒരു സങ്കീർത്തനത്തിലൂടെ എഴുതി വെച്ചിരിക്കുന്നു. ഒന്ന്, നാവ് സൂക്ഷിക്കാൻ നാം അറിഞ്ഞിരിക്കണം. നാവിൻ്റെ 3 ഉപയോഗങ്ങളെക്കുറിച്ച് 39-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. നാവിൻ്റെ 3 ഉപയോഗങ്ങളെക്കുറിച്ച് 39-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. നാവ് മൂടിക്കെട്ടി വെക്കേണ്ട ഒരു അവയവമാണ്. 141-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. അപ്പോൾ നാവിൻ്റെ വലിയ ദോഷവശങ്ങളെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന അനേക ദൈവഭൃത്യന്മാർ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ശരീരത്തിലെ ഒരു അവയവമാണ് നാവെങ്കിലും ആ നാവിന് ഏറ്റവും ശ്രേഷ്ഠതയായിട്ട് തന്നെയാണ് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ശ്രേഷ്ഠമായിരിക്കുന്ന ഈ അവയവത്തെ നമുക്ക് ശ്രേഷ്ഠതയില്ലാത്ത ദോഷകരമാക്കുന്ന അവയവമാക്കി മാറ്റാൻ നമുക്ക് തന്നെ കഴിയും എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. നാവിൻ്റെ വലിയ ദോഷവശത്തെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന മുന്നറിയിപ്പ് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. സ്തോത്രം. അപ്പോൾ ഉപദേശം കടന്നു വരുന്നത് നാവിൽ നിന്നാ, അല്ലേ? സ്തോത്രം. വായിൽ നിന്നാണ് ഉപദേശം കടന്നു വരുന്നത്. അതുകൊണ്ട് സ്തോത്രം, ആ കാലഘട്ടത്തിലുള്ള സ്തോത്രം, യാക്കോബിന്റെ കാലഘട്ടത്തിലുള്ള സഭയ്ക്കകത്തുള്ള വ്യക്തികളെ കുറിച്ച് യാക്കോബ് രേഖപ്പെടുത്തുമ്പോൾ ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്കകത്തും പ്രൈസ് ദി ലോർഡ് അനേകം ഉപദേഷ്ടാക്കന്മാർ സഭയിൽ ഉണ്ടാകുമെങ്കിലും അവരെ ഒരു മുന്നറിയിപ്പോടെ യാക്കോബ് ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളിൽ അനേകർ എന്ത് ചെയ്യരുത്? ഉപദേഷ്ടാക്കന്മാരാകരുത്. എന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞു. ഒരു മുന്നറിയിപ്പാണ്. ഇനി 2-ാമത്തെ വാക്യം വായിച്ചോ. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവന് കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ പുരുഷനാകും. അപ്പോൾ കടിഞ്ഞാണിട്ട് നാവിനെ സൂക്ഷിക്കാൻ കഴിയുന്ന വ്യക്തി അവൻ ആത്മീക പക്വതയുള്ളൊരു വ്യക്തിയാണ്. വചനം പറയുന്നു, അവൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനാണ്. ഹല്ലേലൂയ. അപ്പോൾ നാവിനെ കുറിച്ച് യാക്കോബ് വീണ്ടും രേഖപ്പെടുത്തുന്നു, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. എന്നാൽ ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാവെന്ന് പറയുന്ന ഈ അവയവം, ഈ അവയവത്താൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ മുഴുവൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാൻ കഴിയുമെന്ന ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാവിന് എത്രമാത്രം ശക്തിയുണ്ട് എന്ന് ഈ വാക്യങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇനി അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചോ. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവൻ തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അടുത്ത വാക്യം, അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ നാവിനെ കുറിച്ച് പറയുമ്പോൾ 3 പദങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, 3 സാദൃശ്യങ്ങൾ. അതിലൊന്ന് കടിഞ്ഞാൺ, 2 ചുക്കാൻ, 3 അത് തീ പോലെയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ നാവിനെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ട അവയവമാണ്. ഈ 3-ാമത്തെയും 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതിലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും
ചെയ്യുന്നു. അപ്പോൾ നാവിനെ സൂക്ഷ്മതയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ദേഹിയെയും നമ്മുടെ ദേഹത്തെയും നമുക്ക് സൂക്ഷിക്കാൻ കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ അതുമൂലം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ മലിനമാകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നാവിന് നമ്മൾ സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ട അവയവമാണ്. പ്രവൃത്തി കൊണ്ട് മാത്രമല്ല, നാവ് കൊണ്ടും എന്ത് ചെയ്യണം? പാപം നമ്മൾ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ നീതീകരിക്കാൻ പറയാനുള്ളതാ, പാസ്റ്ററെ, ദൈവദാസ, ദൈവമക്കളെ, പ്രവൃത്തി കൊണ്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, ഞാൻ പാപം ചെയ്യുന്നില്ല. വേണ്ട, പ്രവൃത്തി കൊണ്ട് പാപം ചെയ്യണ്ട, അത് നല്ല കാര്യമാണ്. പക്ഷേ നാവ് കൊണ്ട് പാപം ചെയ്യരുതെന്നും കൂടി വചനത്തിനകത്തുണ്ട്. അപ്പോൾ പ്രവൃത്തി കൊണ്ട് മാത്രമല്ല, നാവ് കൊണ്ട് പാപം ചെയ്യുവാൻ നമുക്ക് സാധിക്കാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്, നമ്മുടെ നാവിനെ എന്ത് ചെയ്യണം? കടിഞ്ഞാണിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് യാക്കോബിന്റെ ലേഖനം സഭയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ലേഖനമാണ്. ആ കാലഘട്ടത്തിലും കടിഞ്ഞാണില്ലാതെ, ചുക്കാനില്ലാതെ, തീ കത്തിക്കുന്ന രീതിയിൽ നാവിന്റെ പ്രവർത്തനം അന്ന് കാലഘട്ടങ്ങളിലും സഭയ്ക്കകത്തോ കൂട്ടായ്മകളിലോ ഒക്കെ നടന്നിരുന്നു. അത് വ്യക്തമാണ്. അതുകൊണ്ട് അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നാവ് വലിയൊരു തീയാണെന്നും അത് ജീവചക്രത്തെ പോലും തിരുത്തുവാൻ കഴിയുന്ന, തെറ്റിക്കുവാൻ കഴിയുന്ന അനുഭവത്തിലൂടെ നമ്മെ കൊണ്ടുപോകുമെന്നും അവസാനം നരകത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരുമെന്നും യാക്കോബ് അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് നമ്മളെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഈ നാവിന്റെ ഉപയോഗത്തെക്കുറിച്ച് ചില വ്യക്തികളെ കുറിച്ച് ബൈബിളിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ഉദാഹരണം, ഹല്ലേലൂയ, പഴയ നിയമ ഭക്തനായ ഇയ്യോബ് പറഞ്ഞൊരു കാര്യമാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ വലിയ വിനാശങ്ങൾ വന്നു. പക്ഷേ തിളക്കമാർന്ന ആ ഭക്തനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് ശ്രദ്ധിക്കൂ. ഇയ്യോബിന്റെ ലേഖനം, ഹല്ലേലൂയ, സ്തോത്രം, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. കണ്ടോ? ഇയ്യോബിനെ കുറിച്ച് പറയുന്നു, ഇതിലൊന്നിലും. ഏതിലൊന്നിലും? നമ്മൾ തുടർന്ന് മുമ്പുള്ള അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇയ്യോബിന് തന്നെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. നമുക്കറിയാം അല്ലെ? സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പലവിധത്തിലുള്ള നഷ്ടങ്ങൾ താൻ സഹിച്ചു. പക്ഷേ ഈ നഷ്ടങ്ങളൊക്കെ വന്നപ്പോഴും പ്രൈസ് ദി ലോർഡ്, ദൈവം ആ മനുഷ്യനെ കുറിച്ച് സർട്ടിഫൈ ചെയ്യാണ്: ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ആമേൻ. അതിനെ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നാളുകൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ഈ കൂട്ടായ്മയുടെ നടുവിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ നാവുകൾക്ക് വാസ്തവത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ നാവുകൾക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നു. നമ്മൾ പറയുന്ന വാക്കുകൾ, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് സ്തോത്രം, അത് വേദന ഉളവാക്കുന്നുണ്ടോ? നാം പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് അത് പാപമാകുന്നുണ്ടോ? നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അത്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിനകത്ത് പോലും അത് സ്തോത്രം പ്രത്യാഘാതമായി വരുന്നുണ്ടോ എന്ന് ശോധന ചെയ്യാനുള്ള സ്തോത്രം ഒരു അനുഭവമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഈ സങ്കീർത്തനത്തിലൂടെ നമ്മോട് ആലോചന പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ആലോചനകൾ പറയുമ്പോൾ സ്തോത്രം വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും സ്തോത്രം ഈ പറയുന്ന, ഈ സംസാരിക്കുന്ന, ഈ ഉപദേശം പറയുന്ന എൻ്റെ ജീവിതത്തിൽ പോലും ഈ വചനത്തെ പരിശോധിക്കുവാൻ പരിശുദ്ധാത്മാവ് അവസരം തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ആരും ഇതിനകത്തുനിന്ന് മാറി നിൽക്കുന്നില്ല. എല്ലാവരും ഒരുപോലെ സ്തോത്രം നമ്മൾ ഇതിനകത്ത് ഭാഗവാക്കാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പഴയ നിയമത്തിനകത്ത് വായിക്കുന്നത് ഒരു പ്രവാചകനെ കുറിച്ചാണ് അല്ലേ? യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകനെ നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലേ? ആ പ്രവാചകൻ വലിയൊരു പ്രവാചകനായിരുന്നു. ദൈവത്തിന്റെ ദിവ്യദർശനം കണ്ട പ്രവാചകൻ. പക്ഷേ മഹത്വമുള്ള ദൈവത്തെ കണ്ടപ്പോൾ തൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുവാനായിട്ട് ഇടവന്നു. യെശയ്യാ പ്രവചനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അയ്യോ അവർക്ക് കഷ്ടം, ഇവർക്ക് കഷ്ടം എന്നൊക്കെ പറഞ്ഞ് പ്രവചിച്ച പ്രവാചകൻ 6-ാം അധ്യായത്തിൽ ദൈവത്തെ നേരാം വിധത്തിൽ കണ്ടപ്പോൾ
താൻ തനിക്കു തന്നെ കഷ്ടം എന്ന് പറയുവാനായിട്ട് ഇടവന്നു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേൻ. അവിടെ നമുക്ക് നാവിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കാണാൻ കഴിയും. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. കണ്ടോ, എവിടെയാണ് ശുദ്ധി കുറവ് വന്നത്? ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ളൊരു മനുഷ്യൻ. കണ്ടോ, ഹല്ലേലൂയ. ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ, ഈ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രവചന ശബ്ദത്തിലൂടെ ദൂതുകൾ പറഞ്ഞ പ്രവാചകൻ പറഞ്ഞതെല്ലാം ശുദ്ധിയില്ലാത്ത അതരത്തോടെയാണ്. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ താൻ കാണേണ്ടവനെ കാണേണ്ട കണ്ണുകൊണ്ട് കാണേണ്ട മഹത്വത്തിൽ കണ്ടപ്പോൾ തന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് താൻ പറയാണ്, തൻ്റെ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യനാണ് ഞാനെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ആ പ്രവാചകൻ കണ്ട മഹത്വമുള്ള ദർശനം നമ്മളൊന്ന് കാണുമായിരുന്നെങ്കിൽ, നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് എത്രമാത്രം ദൈവം പ്രസാദിക്കുമെന്ന് നമുക്കറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. താൻ തനിക്ക് ലഭിച്ച, തനിക്ക് സംഭവിച്ച അശുദ്ധിയുള്ള അതരത്തെ കുറിച്ച് വിലപിച്ചുകൊണ്ട് പ്രവാചകൻ കരയുകയാണ്, ശുദ്ധിയില്ലാത്ത അതരങ്ങൾ ഉള്ള മനുഷ്യൻ എന്ന്. ആമേൻ. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ നാവ് കൊണ്ട് ശുദ്ധിയുള്ളവരാണോ അതോ കർത്താവേ ശുദ്ധിയില്ലാത്ത വ്യക്തിയാണോ എന്ന് ഏറ്റു പറയാനുള്ള ഒരു അവസരമാണ് ദൈവാത്മാവ് തരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഭാവബോധത്തോടെ നമ്മുടെ ജീവിതത്തിൽ നാവ് കൊണ്ട് നമ്മൾ കുറവുകളെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇന്ന് പകലിൽ നിലവിളിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. കാരണം ആ മഹത്വം നമ്മൾ കണ്ടേ പറ്റൂ. നമ്മുടെ ഹൃദയത്തിനകത്ത് ആ മഹത്വം ഇറങ്ങി വന്നേ പറ്റൂ. ആ മഹത്വത്തിന്റെ രാജാവിനെ, പരിശുദ്ധനായ കർത്താവിനെ, പ്രൈസ്, പരിശുദ്ധിയുള്ള ദൈവത്തെ നമ്മുടെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ നമ്മളൊന്ന് ദൈവത്തോട് പറയണം, കർത്താവേ എവിടെയാണ് എൻ്റെ ജീവിതത്തിനകത്ത് അശുദ്ധിയുള്ളത് എന്നുള്ളത് നമ്മൾ ദൈവസന്നിധിയിൽ കാണണം. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ അങ്ങനെ പാപബോധത്തോടെ നിലവിളിച്ചു. ആ ഭക്തനെ ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിച്ചു. എന്താ ചെയ്തതെന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കാം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അതു എന്റെ വായ് തൊടുവിച്ചു. 6-ാമത്തെ വാക്യം വായിക്കാം മോനെ. 6-ാമത്തെ വാക്യം. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അടുത്ത വാക്യം. അത് എന്റെ വായ് തൊടുവിച്ചു. ഇതാ ഇത് നിന്റെ അതരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രതിക്രിയ നടത്തി ദൈവം രക്ഷിക്കുന്നത് അങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രതിക്രിയ നടത്തി ദൈവം രക്ഷിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. സോദര പ്രവാചകനെ സ്വർഗത്തിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു കനൽ കട്ടയുമായി കൊടി പ്രൈസ് ദി ലോർഡ് യാഗപീഠത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദൂതനെ, പ്രൈസ് ദി ലോർഡ്, പ്രവാചകന്റെ നാവിനെ തൊടിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടപെട്ടുവെങ്കിൽ ഇന്ന് പകലിൽ നിലവിളിക്കുന്ന ദൈവഭക്തന്മാരെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, പ്രവാചകന്മാരെ, ദൈവം നിങ്ങളുടെ നാവുകളെയും ശുദ്ധീകരിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇത് നിന്റെ അതരത്തെ തൊട്ടതിനാൽ അകൃത്യം നീങ്ങി ശുദ്ധി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നാവുകൾക്ക് ഒരു ശുദ്ധീകരണം ഉണ്ടായാൽ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ ശക്തവും, ഹല്ലേലൂയ, ശക്തമായി നമ്മെ ഉപയോഗിക്കുവാനായി ഇടവരും. പ്രൈസ് ദി ലോർഡ്. നാവുകൾ കൊണ്ട് ശുദ്ധീകരണം വന്ന യെശയ്യാവിന് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ തിരുവെഴുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ബൈബിളിൽ 66 പുസ്തകങ്ങൾ ഉണ്ട്. യെശയ്യാ പ്രവചനത്തിൽ
66 അധ്യായങ്ങൾ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ഗ്രന്ഥം എഴുതുവാൻ യെശയ്യാവിനെ പ്രൈസ് ദി ലോർഡ് ദൈവം സഹായിച്ചതിന്റെ പിമ്പിലുള്ള കാരണം എന്ന് പറയുന്നത് തൻ്റെ നാവിൻ്റെ ശുദ്ധീകരണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നാവിനെ ശുദ്ധീകരിക്കുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്റെ ശുശ്രൂഷകൾക്ക് ഒരു പുതുക്കം നൽകുവാനായി ഇടവരും. നിന്റെ ജീവിതത്തിനകത്ത് അവൻ ഒരു പുതുക്കം നൽകുവാനായിട്ട് ഇടവരും. അവൻ നിന്റെ ആത്മീക ജീവിതത്തിനകത്ത് ഒരു പുതുക്കം നൽകുവാനായിട്ട് ഇടവരും. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, പ്രൈസ് ദി ലോർഡ്, കർത്താവേ എന്തുകൊണ്ടാണ് എനിക്ക് ശക്തിപ്പെടുവാൻ കഴിയാത്തത് എന്ന് പലരും ഹൃദയത്തിൽ ചോദിക്കുമ്പോൾ അവർക്കുള്ള ഉത്തരമായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്റെ നാവിനെ ശുദ്ധീകരണത്തോടെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നിന്റെ ശുശ്രൂഷയെ ശക്തമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് നാവുകൾക്ക് ശുദ്ധീകരണം വന്നാൽ ദൈവം നമ്മെ ശക്തമായി തൃക്കരങ്ങളിൽ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ നാം സൂക്ഷിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത്, നാവ് കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ്. ആമേൻ. അതിന്റെ മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 39-ാം സങ്കീർത്തനം അതിന്റെ മൂന്നാമത്തെ വാക്യം. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. എന്റെ ഉള്ളിൽ ചൂട് പിടിച്ചു, എന്റെ ഹൃദയത്തിൽ തീ കത്തി, അപ്പോൾ ഞാൻ എന്റെ നാവെടുത്ത് സംസാരിച്ചു. നാവ് കൊണ്ട് സംസാരിക്കുന്ന ഒരു ദിവ്യമായ അനുഭവം ഹൃദയത്തിൽ കത്തുന്ന തീയാണ്. ഹല്ലേലൂയ. എന്താണ് നാവെടുത്ത് സംസാരിച്ചത് എന്ന് കൂടി നമുക്ക് അറിയണമല്ലോ. എന്താണ് നാവെടുത്ത് സംസാരിച്ചത്? ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുകയാണ് ചെയ്തത്, അല്ലേ? ദൈവത്തിന്റെ നാമത്തെ പുകഴ്ത്തുന്നൊരു അനുഭവം ഉണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ സഖരിയ പുരോഹിതനെ നമുക്ക് കാണാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലെ സഖരിയ പുരോഹിതൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ പുരോഹിതനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയെ അവിശ്വസിച്ചതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് പീരീഡിനകത്ത് തനിക്ക് ഊമനായി കഴിയേണ്ടി വന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിനെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. യഹൂദ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സഖരിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹ്റോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന് പേർ. 6-ാമത്തെ വാക്യം. സ്തോത്രം. നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനയിൽ ന്യായങ്ങളിലും കുറവില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയായകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നടക്കുവന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായിട്ട് അവന് പ്രത്യക്ഷനായി. സഖരിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സഖരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. വലിയവനാകും, കുടിക്കുകയില്ല, പരിശുദ്ധാത്മാവ് കൊണ്ട് അവൻ നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരുടെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും സത്യയോടും കൂടെ നടക്കും. സഖരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? അടയാളം, ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സു ചെന്നവനുമല്ലോ എന്ന് പറഞ്ഞു.
ദൂതൻ അവനോട് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അടുത്ത വാക്യം, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് നീ വിശ്വസിക്കായ്ക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. മതി, സ്തോത്രം. ദൂതനായ ഗബ്രിയേൽ അദ്ദേഹത്തോട് പറയാണ്, നിന്റെ ഭാര്യ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ പ്രസവിക്കും. പ്രൈസ് ദി ലോർഡ്. തനിക്കതൊരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ അവിശ്വാസ നിമിത്തം, പ്രൈസ് ദി ലോർഡ്, കാരണം അവിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. തങ്ങൾ വളരെയധികം പ്രായാധിക്യത്തിൽ, സ്തോത്രം, വളരെയധികം വേദന സഹിക്കുന്നവരായിരുന്നു. എലിസബത്ത് മച്ചിയായിരുന്നു. അതുകൊണ്ട് വിശ്വസിക്കാൻ വിശ്വസിക്കാൻ സക്കറിയാവിന് ഒരിക്കലും കഴിഞ്ഞില്ല. അവന്റെ അവിശ്വാസ നിമിത്തം എന്ത് സംഭവിച്ചെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ എന്ന പറഞ്ഞ ദൈവപുരുഷൻ ജനിക്കുന്ന ആ നാഴിക വരെ, പ്രൈസ് ദി ലോർഡ്, സക്കറിയാവിന്റെ നാവിനെ ദൈവം എന്ത് ചെയ്തു? മൗനമാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ ദൂതൻ പറഞ്ഞ പോലെ ആ കാര്യം യോഹന്നാൻ പിറക്കേണ്ട സമയം വന്നപ്പോൾ ദൈവം അവനെ എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ വായിക്കാനുണ്ട്, സമയമില്ല. എങ്കിലും ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. എല്ലാവരും അവരുടെ പൂർവികന്മാരുടെ പേരിടാനാണ് ശ്രമിച്ചത്. പക്ഷേ അവനുള്ള പേര് എന്ത് ഇടണമെന്ന് സക്കറിയാവിനോട് ചോദിച്ചപ്പോൾ സക്കറിയാവ് ഊമന. സക്കറിയാവിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ സക്കറിയാവ് എന്ത് ചെയ്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഒരു പലക ചോദിച്ചു ആംഗ്യം കൊണ്ട്. ആ പലക എടുത്ത്, സ്തോത്രം, അദ്ദേഹം ആ പലകയ്ക്കകത്ത് യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യത്തോടെ അതിലേക്ക് നോക്കി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 63-64 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 1-ാം അധ്യായം അതിന്റെ 63-64 വാക്യങ്ങൾ. അവൻ ഒരു എഴുത്തുപലക ചോദിച്ചു, അവന്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്നു, അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഒരു മർമ്മപ്രധാനമായ ഒരു ദൂത ദൈവത്തിന്റെ ആത്മാവ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, ഞാൻ ഇനി അവനെ ഓർക്കയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കില്ല എന്ന് പറഞ്ഞാലോ, അത് എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തുമ്പോൾ ഇരിക്കുന്നു. ഞാൻ സഹിച്ച് തളർന്ന് എനിക്ക് വഹിക്കാതെ പോയി. പ്രൈസ് ദി ലോർഡ്. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, എന്റെ നാവെടുത്ത് ഞാൻ സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ധ്യാനത്തിങ്കൽ തീ കത്തുമ്പോൾ, നിന്റെ നാവിനെ ദൈവസന്നിധിയിൽ വഴക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കേണ്ടതായ മർമ്മങ്ങളെ നിന്റെ നാവിലൂടെ ഇടപെട്ട് നീ നാവ് കൊണ്ട് ആത്മീകമായ മർമ്മങ്ങളെ സംസാരിക്കുന്ന വ്യക്തിയായി മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം അകത്ത് കത്തുവാൻ തുടങ്ങുമ്പോൾ ധ്യാനത്തിങ്കൽ തീ കത്തും. ഇന്ന് പകലിൽ തീ പോലെ, പ്രൈസ് ദി ലോർഡ്, പാറയടിക്കുന്ന ചുറ്റിക പോലെ, പ്രൈസ് ദി ലോർഡ്, അസ്ത്രം ഹല്ലേലൂയ തൊടുക്കുന്നത് പോലെ കടന്നു വരുന്ന ദൈവത്തിന്റെ വചനത്തെ ആത്മാവിൽ സ്വീകരിച്ച് ഹൃദയത്തിൽ നീ കത്തുമ്പോൾ തന്നെ, നിന്റെ അകത്ത് ധ്യാനിക്കുമ്പോൾ തന്നെ നിന്റെ നാവിൽ നിന്ന് ദൈവം ചില പ്രവചന ശബ്ദങ്ങൾ നൽകുവാൻ തുടങ്ങുകയാണ്. വിശ്വാസത്താൽ receive now in the mighty name of Jesus. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്ത് കത്തുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വേദചിന്തയുണ്ട്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ മരണത്തിന് ശേഷം, പുനരുദ്ധാനത്തിന് ശേഷം മഗ്ദലക്കാരത്തി മറിയ കർത്താവിനെ കാണാൻ ചെല്ലുകയാണ്. കർത്താവിനെ അവിടെ കാണുന്നില്ല. അതിനുശേഷം ശീമോൻ പത്രോസ് കടന്നു ചെന്നു. ശീമോൻ പത്രോസിനും ഹല്ലേലൂയ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഏറെ വിഷമിച്ചിട്ട് അവർ ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന്റെ തിരുവചനം വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു, അവർ എമ്മവോസ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക്
കടന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ വാക്യം വായിക്കുമ്പോൾ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 24-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. 24-ാം അധ്യായത്തിൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് പ്രൈസ് ദി ലോർഡ് അവിടെ സ്തോത്രം നമുക്ക് കാണാനായിട്ട് കഴിയും. എമ്മൗസിലേക്ക് ശിഷ്യന്മാർ പോകുമ്പോൾ തലേ 3.5 വർഷം ഹല്ലേലൂയ കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നത്, പ്രവർത്തിച്ചതും ചെയ്തതും തൻ്റെ ക്രൂശീകരണം ഒക്കെ അവർ സംസാരിച്ചുകൊണ്ട് ഏറെ സമയം ചെലവഴിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് പുനരുത്ഥാനം പ്രാപിച്ച കർത്താവും അവരോടുകൂടെ ചേർന്ന് നടന്നു. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് നടന്നിട്ട് കർത്താവ് പ്രൈസ് ദി ലോർഡ് കർത്താവിനെ കുറിച്ച് പ്രവാചകന്മാരുടെ പുസ്തകത്തിലും ന്യായപ്രമാണത്തിൽ നിന്നും സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും എഴുതിയിരിക്കുന്നതായ ക്രൂശീകരണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരുമായിട്ട് പങ്കിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിനകത്ത് അവർ ഹല്ലേലൂയ കർത്താവ് അവരെ വിട്ട് മാറിപ്പോയപ്പോൾ പ്രൈസ് ദി ലോർഡ് അവര് പറയുന്നതായ ഒരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 24-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഹൃദയത്തിനകത്ത് വചനം ധ്യാനിക്കുന്ന ദൈവവൈതലേ, ഒരു കത്തൽ ഇന്ന് പകൽ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. എന്താ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ പറയാനായിട്ടുള്ള കാര്യം? നാവ് കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് മാറുക. ഹല്ലേലൂയ. നാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. നാവ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി നമ്മൾ മാറുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. യഹോവേ, ഞാൻ എല്ലാ കാലത്തും ഞാൻ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. സ്തുതിയായിരിക്കുന്ന സ്തുതി എന്ന് പറയുന്ന ആയുധം നാവിന്മേലെടുത്ത് ഹല്ലേലൂയ യുദ്ധം ചെയ്യാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ നിന്റെ അകത്തു നിന്ന് കത്തുന്നതായ ജീവന്റെ ശക്തി നിന്റെ നാവിന്മേലെടുത്ത് അത് ആയുധമായി നിനക്കെതിരെ വരുന്ന ആയുധങ്ങളുമായി കടന്നു വരുന്ന ശത്രുവിനോട് എതിർക്കുവാൻ ബലം ധരിക്ക്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാവുകൾ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നാവിന്റെ രണ്ടാമത്തെ ഉപയോഗം പറഞ്ഞു. നാവ് കൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. ഇനി 3-ാമത്തെ ഉപയോഗം, നമ്മൾ നാവിനെ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കണം. ഹല്ലേലൂയ. നാവിനെ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കണം. ഹല്ലേലൂയ. അതിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 39-ാം സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. യഹോവ എന്റെ പ്രാർത്ഥന കേട്ടു. യഹോവേ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെവികൊള്ളണമേ. എന്റെ കണ്ണുനീർ കണ്ടു മിണ്ടാതിരിക്കരുതേ. ഞാൻ എന്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അനന്യനും പരദേശിയുമാകുന്നുവല്ലോ. ദാവീദ് ഇവിടെ പറയുകയാണ്, ദൈവമേ, ഞാൻ മിണ്ടാതിരിക്കാം, പക്ഷെ നീ മിണ്ടാതിരിക്കരുത്. ഹല്ലേലൂയ. ദുഷ്ടന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ വായ്ക്ക് കടിഞ്ഞാനിട്ട് കാക്കാം, പക്ഷേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കാനായിട്ട് എന്റെ നാവ് ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ആ നാവിനെ ഉപയോഗിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. എന്റെ യാചനയ്ക്ക് അവിടുന്ന് മറുപടി തരണം. ദൈവവേദലേ, നിന്റെ നാവുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതായി മാറട്ടെ. നിന്റെ നാവുകൾ പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ ഉയർത്തുന്ന നാവുകളായിട്ട് മാറട്ടെ. ഇന്ന് പകരം പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥിക്കുന്ന നാവുകൾ സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ആരാധിക്കുന്ന നാവുകൾ സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. സ്തുതിക്കുന്ന നാവുകൾ സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. അപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് നമ്മൾ നാവുകൾ എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മൾ മിണ്ടാതിരിക്കേണ്ടത് ഒരു സമയമുണ്ട്, പക്ഷേ അതരങ്ങൾ തുറന്നും ദൈവത്തെ ആരാധിക്കേണ്ട ഒരു സമയമുണ്ട്. പലരും റിട്ടയർമെന്റ് ആകുമ്പോൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്,
ഏകദേശം 56-58 വയസ്സ് റിട്ടയർമെന്റ് ആവുന്ന സമയത്ത് എല്ലാവരും തീരുമാനം എടുക്കും. എന്താണെന്നറിയോ? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നല്ലതാ, ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ തീരുമാനമെടുത്തത് പ്രായോഗികത്തിൽ വരുത്തുവാൻ നമ്മുടെ ശരീരം പലപ്പോഴും നമ്മളെ സമ്മതിക്കുകയില്ല. ഏകദേശം 50 വയസ്സൊക്കെ കഴിയുമ്പോൾ ഡയബറ്റീസും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവരായിട്ട് നമ്മൾ മാറും. നമുക്ക് ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ശരീരം അതിന് സമ്മതിക്കത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഞാൻ ജീവനുള്ള കാലമൊക്കെയും യഹോവയെ സ്തുതിക്കുമെന്ന് സങ്കീർത്തനകാരൻ പറഞ്ഞതിന്റെ പിമ്പിലുള്ള കാര്യം, എൻ്റെ ജീവിതത്തിന്റെ ഏത് അവസരങ്ങളിലും, അത് ദുഃഖമായിക്കൊള്ളട്ടെ, അത് നിരാശയായിക്കൊള്ളട്ടെ, ശരീരത്തിൽ ബലഹീനമായിക്കൊള്ളട്ടെ, ആ സമയത്തെല്ലാം ഞാൻ എൻ്റെ നാവിനെ ദൈവത്തിന്റെ നാമത്തിനായിട്ട് ഉപയോഗിക്കും. ഇന്ന് പകൽക്കാലം നാവിൻ്റെ ഉപയോഗം നമ്മൾ പ്രാർത്ഥനയ്ക്കാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ നാവിൻ്റെ ചില പ്രത്യേക ചിന്തകൾ കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം വേഗത്തിൽ മാറ്റുവാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാവ് കൊണ്ട് നാം ചെയ്തുകൂടാത്ത പല കാര്യങ്ങളുമുണ്ട്, എന്നാൽ നാവ് കൊണ്ട് നാം ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ഒന്ന്, നമ്മൾ അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ നാവ് കൊണ്ട് പറയരുത്. ശ്രദ്ധിക്കണം, അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ നാവ് കൊണ്ട് പറയരുത്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ചിന്ത കാണുവാനായിട്ട് ഇടവരും. അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ ഇസ്രായേൽ ജനം, ഹല്ലേലൂയ, വാഗ്ദത്ത ദേശമായ കാനാൻ അവകാശമാക്കാൻ മോശയുടെ നേതൃത്വത്തിൽ ചില ഉറ്റുകാരെ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗോത്രങ്ങളിൽ നിന്ന് ചില ഉറ്റുകാരെ അയക്കുന്നതായിട്ട് കാണാം. അതിൽ 12 പേരെ മോശ അയക്കുന്നു. അവർ കാനാൻ ദേശം ഉറ്റുനോക്കുവാനൊക്കെ പോയി. അവർ സന്തോഷത്തോടെ പലതും കണ്ടു, കേട്ടു, അറിഞ്ഞു. അവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ പോയ 10 പേരും ആ ദേശത്തെ കുറിച്ച് പറഞ്ഞതെല്ലാം നെഗറ്റീവാ. മനസ്സിലായോ? എന്നാൽ 2 പേർ, ആ 2 പേർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോശുവയും കാലേബും. അവർ നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ, ഹല്ലേലൂയ, സ്തോത്രം, മോശയോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു വാക്യം, ഹല്ലേലൂയ, 12-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്പേഴ്സ് ചാപ്റ്റർ 12 വേഴ്സ് 32. സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാം. ഒന്ന് സ്ക്രീനിൽ ഒന്ന് കാണിക്കാമോ? സംഖ്യാപുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം. നമ്പേഴ്സ് ഇല്ല, സ്തോത്രം, ഹല്ലേലൂയ. ഒരു മിനിറ്റ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സംഖ്യാപുസ്തകം, ഹല്ലേലൂയ, 12 32 സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ദൈവത്തിന് സ്തോത്രം. സോറി, 13-ന്റെ 32. സോറി, 13-32 വായിച്ചാട്ടെ. തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത് എന്തെന്നാൽ, വായിച്ചോ, ഞങ്ങൾ സഞ്ചരിച്ച് ചുറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അധികായകന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാഖ്യമല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുകിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വാക്യം വായിക്കുവാൻ പ്രേരിപ്പിച്ചതിനുള്ള ദൈവത്തിന്റെ നിയോഗം എന്ന് പറയുന്നത്, വന്ന് പറഞ്ഞത് മുഴുവൻ 10 പേരും ദുർവർത്തമാനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദുർവർത്തമാനം നിമിത്തം പ്രൈസ് ദി ലോർഡ് അവരുടെ നാവുകളെ തെറ്റായി ഉപയോഗിച്ചു. പക്ഷേ ആ 2 പേർ, യോശുവയും കാലേബും, ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ വിശ്വാസത്തോട് കൂടെ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കൈവശമാക്കാൻ കഴിയും.
Praise the Lord. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, നമ്മൾ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ അവിശ്വാസത്തിന്റെ വ്യാപാരം നമ്മുടെ ഉള്ളിൽ സംഭവിക്കും. എന്നാൽ വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ നാവിലൂടെ പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കും. ഇന്ന് പകലിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ സംഭവിക്കേണ്ടതിന് അധരങ്ങളെ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുക. Praise the Lord. 112 സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം സങ്കീർത്തനകാരൻ ഇങ്ങനെ പറയുന്നു, അവർ ദുർവർത്തമാനം ദുർവാർത്ത. ഹല്ലേലൂയ. 112 സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം, ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10 പേരും നെഗറ്റീവ് പറഞ്ഞ് ജനത്തെ തളർത്തിയപ്പോൾ 2 പേർ, അവരെ കുറിച്ചുള്ള ക്വാളിറ്റി എന്താണെന്നറിയാമോ? അവർ ദൈവത്തോട് ചേർന്ന് നിന്നവരാണ്. ചേർന്ന് നിന്നുകൊണ്ടപ്പോൾ ദൈവത്തിന്റെ സ്വഭാവമാകുന്ന വിശ്വാസം അവരുടെ ഉള്ളിൽ വ്യാപരിച്ച് അവർ വിശ്വാസത്തോടെ പറഞ്ഞു, 10 പേർ പറയുന്നത് പോലെയല്ലോ മോശ. പ്രൈസ് ദി ലോർഡ്. പിതാവേ, ഹല്ലേലൂയ, നമുക്ക് ആ ദേശത്തെ വിശ്വാസത്തോടെ പിടിച്ചടക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. എന്നാൽ നിങ്ങൾ ഭൂമിയിൽ വിശ്വാസത്തോടെ നിങ്ങളുടെ വാക്കുകൾ പറഞ്ഞാൽ പലതും അഴിഞ്ഞു മാറും. ഇന്ന് പകൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അഴിക്കാനുള്ള ഒരു ജനത ഈ പട്ടണത്തിനകത്തു നിന്ന് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു തുടങ്ങുക. ജീവിതം ചിലപ്പോൾ മുങ്ങി നിൽക്കുന്ന സമയമായിരിക്കാം. കടം വന്ന് കാട് കയറി ഉള്ള സമ്പത്ത് നഷ്ടപ്പെട്ട് വീട് നഷ്ടപ്പെട്ട് ജപ്തി വന്ന് ഇറങ്ങേണ്ട സമയമായിരിക്കാം. പക്ഷെ നിന്റെ അധരങ്ങൾ കൊണ്ട് വിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിക്കുമ്പോൾ നീ കാണാത്ത ചില മണ്ഡലങ്ങൾ, നീ അറിയാത്ത ചില മണ്ഡലങ്ങൾ, ദൈവത്തിന്റെ ഇടപെടലുകൾ നടക്കുന്നത് കാണാം. ചില കുരുക്കുകൾ ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ അഴിക്കുകയാണ്. വിശ്വാസത്തോടെ കൽപ്പിക്കുന്നു, എല്ലാം ബ്രേക്ക് ത്രൂ ആവട്ടെ. ആമേൻ. ഇതെങ്ങനെയാ സംഭവിക്കുന്നേ എന്ന് നമുക്കറിയില്ല. പക്ഷെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ് നടക്കാത്ത ചില സംഭവങ്ങൾ, തള്ളിക്കളഞ്ഞ ചില സംഭവങ്ങൾ, സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ചിലത് ഇതിനകത്തെന്റെ കർത്താവ് ചെയ്യുന്നുണ്ട്. വിശ്വാസത്തോടെ ഒരു ബ്രേക്ക് ത്രൂ ആ വിഷയങ്ങളുടെ നടുവിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോശുവയും കാലേബും വിശ്വാസത്തോടെ സംസാരിച്ചു. ശ്രദ്ധിക്കണേ, ആ യോശുവയും കാലേബും മാത്രമേ ആ തലമുറയിൽ വാഗ്ദത്ത ദേശത്തിലേക്ക് ദൈവം കടത്തിയുള്ളൂ. ബാക്കിയുള്ള സകല ഗോത്രപിതാക്കന്മാരും മരുഭൂമിയിൽ പെട്ടുപോയി. കാരണം അവരുടെ അവിശ്വാസ നിമിത്തം, ദുർവർത്തമാന നിമിത്തം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ കോപമിറങ്ങി സകലവും ബാധകളാൽ നശിച്ചു പോയെങ്കിൽ ഇന്ന് പകലിൽ പ്രിയമുള്ളവരെ, യോശുവയെ പോലെ കാലേബിയെ പോലെ വിശ്വാസമുള്ള സന്തതികൾ ഉത്ഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യോശുവയെ പോലെ കാലേബിനെ പോലെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഈ തലമുറയ്ക്ക് അങ്ങനെയുള്ളവരെ ആവശ്യമുണ്ട്. കാരണം ശൂന്യതയിൽ നിന്ന് ഉളവാക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവമെങ്കിൽ, ശൂന്യതയിൽ നിന്ന് ഉളവാക്കാൻ കഴിയുന്ന വിശ്വാസ വീരന്മാരെ സഭയ്ക്ക് ആവശ്യം ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിക്കരുത്. ദുർവർത്തമാനങ്ങൾ നാവ് കൊണ്ട് പറയരുത്. ഇനി നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം, നാവ് കൊണ്ട് നാം കള്ളം പറയരുത്. ദൈവം ഇസ്രായേലിന് കൊടുത്ത 10 കൽപ്പനകളിൽ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് കള്ള സാക്ഷ്യം പറയരുത്. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, 12-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 12-ാമത്തെ സങ്കീർത്തനം 2-ാമത്തെ വാക്യം,
ഹല്ലേലൂയ. ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അതരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. ഇരുമനസ്സുള്ളവൻ ആരാണെന്നറിയാമോ? അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അസ്ഥിരനാണ്. ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അതരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നാവ് കൊണ്ട് ഒരിക്കലും കളവ് സംസാരിക്കരുത്. പ്രത്യേകിച്ച് ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ. ടെംപ്റ്റേഷൻ നല്ലതാണ്, പക്ഷെ ടെംപ്റ്റേഷൻ ഇത് വഴങ്ങുന്നത് പാപമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവിന്റെ ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുന്നു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാവ് കൊണ്ട് കളവ് പറയാതെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. നാം വ്യാജത്തിനായിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുക. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ. പ്രിയമുള്ളവരെ, സംസാരിക്കുന്ന വാക്കുകൾ, സംസാരിക്കുന്ന ശബ്ദം എന്താണെന്ന് കേൾക്കാൻ നമുക്ക് കഴിയണം. വായിൽ നിന്ന് വരുന്ന തോന്നിയതുപോലെ സംസാരിക്കാൻ ഒരു ദൈവവൈദ്യന് അനുവാദമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ വീണ്ടും പറയുന്നു, ലൈസൻസ് ഇല്ലാതെ നമ്മുടെ നാവിനെ ഉപയോഗിക്കാൻ ഒരു ദൈവവൈദ്യന് അനുവാദമില്ല. എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ വാക്കുകൾക്കകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധി കടന്നു വരേണ്ടത് ആവശ്യമാണ്. കള്ളം പറയരുത്, ദുർവർത്തമാനങ്ങൾ പറയരുത്, കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്യന്റെ അന്വേഷിക്കരുത്. പലരുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് എൻ്റെ കാര്യം അന്വേഷിച്ചില്ലെങ്കിലും മറ്റുള്ളവന്റെ കാര്യം അന്വേഷിക്കാൻ നമുക്ക് ഭയങ്കര ഉത്സാഹമാണ്. മറ്റുള്ളവന്റെ കാര്യം അന്വേഷിക്കാൻ നിന്നോട് ദൈവം പറഞ്ഞിട്ടില്ല. നിന്റെ സ്വന്തം കാര്യം അന്വേഷിച്ച് ക്രമീകരിക്കാനാണ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ വെച്ച് പറയേണ്ട കാര്യങ്ങളെ ആരോടാണ് പറയുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാക്കുകളെടുത്ത് കൃത്യതയോടെ സംസാരിക്കാൻ ദൈവമക്കൾ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാവ് കൊണ്ട് എന്ത് ചെയ്യരുത്? കള്ളം പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി വചനങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ടെന്ന് സമയമില്ല. 3-ാമത്തെ കാര്യം, നാവ് കൊണ്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞ് മുഖസ്തുതി പറയരുത്. നമുക്ക് എപ്പോഴും ഉള്ളൊരു കാര്യമാണ് ഈ മുഖസ്തുതി പറയാന്നുള്ളത്. മനുഷ്യന്റെ ജഡത്തിന്റെ ഒരു സ്വഭാവമാണത്, അല്ലെ? ആദാമ്യ സ്വഭാവം. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും മുങ്ങിപ്പൊങ്ങി എന്ന് പറഞ്ഞാലും ചില സ്വഭാവങ്ങൾ നമുക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല. ആ വിട്ടുകളയാൻ പറ്റാത്ത സ്വഭാവത്തിലൊരു കാര്യമാണ് മുഖസ്തുതി, അല്ലേ? തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തു എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കില്ല. ആ തെറ്റിനെ ന്യായീകരിച്ച് എന്ത് ചെയ്യും? അതങ്ങനെയല്ലായിരുന്നു പാസ്റ്റർ, ഇങ്ങനെയല്ലായിരുന്നു പാസ്റ്റർ, അതാ വഴി കൂടെ പോയി, ഇങ്ങനെ പോയി. നമ്മളിങ്ങനെ കറങ്ങി ഇങ്ങനെ മൂക്ക് പിടിക്കും. അവസാനം പാസ്റ്റർ അടുക്കിലേക്കും എത്തില്ല, വിശ്വാസിയുടെ അടുക്കിലേക്ക് എത്താതെ അത് വായുവിലൂടെ ഇങ്ങനെ ശൂന്യമാവും. പ്രിയമുള്ളവരെ, നമ്മൾ മുഖസ്തുതി സംസാരിക്കുന്നവരായി മാറരുത്. ഇല്ലാത്ത കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നത് ഉണ്ട് എന്ന് മറ്റുള്ളവരോട് നമ്മൾ സ്ഥാപിക്കരുത്. മുഖസ്തുതി ദൈവം വെറുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മുറുകെ പറ്റുന്ന ഒരു പാപമാണെങ്കിൽ വചനം പറയുന്ന മുറുകെ പറ്റുന്ന പാപത്തെ വിടണം. മുറുകെ പറ്റുന്ന പാപത്തെ വിടണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിലേക്ക് നിന്റെ കണ്ണുകളെ ഉയർത്തുമ്പോൾ നിനക്ക് മുഖസ്തുതി പറയാൻ കഴിയില്ല. ഹല്ലേലൂയ. റോമാലേഖനം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം. റോമാലേഖനം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറ്റിനെ അത്ര സേവിക്കുകയും. ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, എങ്ങനെയുള്ളവർ? ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുന്നു. മുഖസ്തുതി പറയുന്നവർക്കറിയില്ല മറ്റുള്ളവരുടെ ഹൃദയത്തെ വഞ്ചിക്കുകയാണെന്ന്. സ്വയം നമ്മുടെ ഹൃദയം വഞ്ചിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഹൃദയത്തെ വഞ്ചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ പാപമാണ്, ഡബിൾ സിന്നാണ്. സ്വയം വഞ്ചിക്കുന്നു, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെയും
വഞ്ചിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം അങ്ങനെയുള്ളവരോട് വളരെ വ്യക്തമായ മുന്നറിയിപ്പ് പരിശുദ്ധാത്മാവിൽ ഇന്ന് പകലിൽ തരികയാണ്. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്ര സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിച്ച് കളയുകയും ചെയ്യുന്നു. ആത്മാവ് സഭയോട് പറയുന്നു, വഞ്ചന ദൈവം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ മുഖസ്തുതിയും ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ്. എനിക്ക് പൗലോസിന്റെ പ്രസ്താവന വളരെ ഇഷ്ടമായ ഒരു കാര്യമുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് തങ്ങൾ പറഞ്ഞ വാക്കുകളെ സ്ഥിരീകരിക്കുന്നത് ഇങ്ങനെയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ. കണ്ടോ, ഈ ഞങ്ങൾ എന്നുള്ള സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരുമായിരിക്കണം. മനസ്സിലായോ? അത് പൗലോസ് അല്ലേ, അപ്പസ്തോലന്മാരെ അല്ല. ഞങ്ങൾ എന്നുള്ള സ്ഥാനത്ത് നമ്മുടെ പേര് കൊടുക്കുക. ഞാൻ എൻ്റെ പേര് കൊടുത്തു. എൻ്റെ പേര് ബിജോയ് എന്നാ, ഞാൻ കൊടുത്തു ബിജോയ്. ആർക്കും പ്രശ്നമില്ലല്ലോ, സന്തോഷല്ലേ? നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. എത്ര വലിയ സാക്ഷ്യമാത്! ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹത്തിന്റെയോ മുഖസ്തുതിയുടെയോ ഉപായത്താൽ വഞ്ചിക്കുന്ന പലരും ഈ അന്ത്യകാലഘട്ടത്തിൽ ഉണ്ട്. പക്ഷേ പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിലുള്ളതിനെ എടുത്ത് ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ, നിങ്ങളുടെ കയ്യിലുള്ളതിനെ എടുത്ത് ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ ഞങ്ങൾ മുഖസ്തുതിയുടെയോ കൗശലവാക്കിൻ്റെയോ ഉപായത്തിൻ്റെയോ പ്രയോഗം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിന് ദൈവം സാക്ഷി. പ്രിയമുള്ളവരെ, മുഖസ്തുതി പറയരുത്. മുഖസ്തുതി പറയാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നാവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? 3 കാര്യങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. 1, ദുർവർത്തമാനം പറയരുത്, അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയരുത്. 2, നാവ് കൊണ്ട് നമ്മൾ കള്ളം പറയരുത്. 3, നാവ് കൊണ്ട് ഇല്ലാത്ത കാര്യം മുഖസ്തുതി നമ്മൾ എന്ത് ചെയ്യരുത്? പറയരുത്. ഇനി നാവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചേ നമ്മളോട്. നാവ് കൊണ്ട് ഞാൻ ചെയ്യരുതാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നാവ് കൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? 1 ഈ സങ്കീർത്തനത്തിൽ തന്നെയുണ്ട്. 1-ാമത്തെ വാക്യം, ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കും. ഇനി 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് യെശയ്യാ പ്രവചനം 50-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവർ രാവിലെ തോറും ഉണർത്തുന്നു. നാവ് കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതിൽ 1-ാമത്തെ കാര്യം നമ്മുടെ നാവിനെ കടിഞ്ഞാടിടണം എന്ന് നമ്മൾ പറഞ്ഞു. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നാം ഒരു പ്രചോദനമായിരിക്കണം. മറ്റുള്ളവർക്ക് നാം ഒരു ആശ്വാസമായിരിക്കണം. മറ്റുള്ളവർക്ക് നമ്മുടെ നാവുകൾ കൊണ്ട് നമ്മളൊരു പ്രോത്സാഹനമായിരിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവുകൾ തന്നിരിക്കുന്നു. എന്തിനാണ് ശിഷ്യന്റെ നാവ്? ശിഷ്യന്റെ നാവിനൊരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. ശിഷ്യന്റെ നാവിന്റെ പ്രത്യേകത തളർന്നിരിക്കുന്നവനെ താങ്ങുന്ന നാവാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മുടെ നാവ് കൊണ്ട് ഒരു വ്യക്തിയെ സ്തോത്രം സഹായിച്ചില്ലെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് ദയവായി ഒരാളെ ഉപദ്രവിക്കരുത്. ആ പാവം എങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കണം നമ്മുടെ വാക്കുകൾ. മറ്റുള്ളവർക്ക് ഉത്സാഹമായിരിക്കണം നമ്മുടെ നാക്കുകൾ. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ നാവുകൾ. തളർന്നിരിക്കുന്ന വ്യക്തിയുടെ വീട്ടിൽ പോയി ഹല്ലേലൂയ സ്തോത്രം ചാകാൻ കിടക്കുന്നവനെ പോലെ പറയുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. സ്തോത്രം. വിശ്വാസികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖം എല്ലാം ഇങ്ങനെ പോയി. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുന്നവനാണ് ശിഷ്യന്റെ നാവുള്ളവൻ. ഹല്ലേലൂയ.
സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു, തക്ക സമയത്ത്, ഹല്ലേലൂയ, ശിഷ്യന്മാരുടെ നാവുകൾ കൊണ്ടൊരു വ്യക്തിയെ താങ്ങുന്ന ഒരു വ്യക്തിയെ കാണാൻ ഞാൻ വളരെ കൊതിച്ചൊരു വ്യക്തിയാ. പലരും നമ്മുടെ അപകടത്തിന്റെ വേളകളിൽ നമ്മെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം നമ്മെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നമ്മളെ കുഴിയിൽ അടക്കുന്നവരാ പലരും. അത് വാക്കുകൊണ്ട് പറഞ്ഞ്, മാനസികമായിട്ട്, ശാരീരികമായിട്ട്, ആത്മീകമായിട്ട് എങ്ങനെയൊക്കെയെങ്കിലും കുഴിയിൽ ഇറക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ശത്രു, പിശാച്, അവരുടെ കുഴപ്പമല്ല കേട്ടോ, അവരുടെ കുഴപ്പമല്ല. പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്ക്, നമ്മുടെ വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്ക്, നമ്മുടെ വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ ശക്തീകരിക്കട്ടെ. നിന്റെ വാക്കിന് ജീവൻ ഉണ്ടെങ്കിൽ നിന്റെ വായിലൂടെ വ്യാപരിക്കുന്ന, അധരങ്ങളിലൂടെ വ്യാപരിക്കുന്ന വാക്കുകൾക്ക് മറ്റുള്ളവരെ ജീവിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങണം. ഹല്ലേലൂയ. ആരാ യഥാർത്ഥത്തിൽ ശിഷ്യൻ? ശിഷ്യൻ ആരാ? തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുന്നവനാണ് ശിഷ്യൻ. ശിഷ്യന്മാരുടെ ക്വാളിറ്റികളിൽ ഒന്നാമത്തെ ക്വാളിറ്റി അത്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങാൻ. പ്രിയമുള്ളവരെ, ദൈവത്തോടൊന്ന് പറയാമോ? തളർന്നിരിക്കുന്നത് ആരാണ് അപ്പ എന്ന് ചോദിക്കാമോ? അവന്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു ചെല്ലാമോ? അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിയുമോ? അവനെ ഒന്ന് താങ്ങാൻ കഴിയുമോ? നിന്റെ കയ്യിലുള്ള പണം ആ വ്യക്തിക്ക് കൊടുത്തില്ലെങ്കിലും വാക്കുകൊണ്ട് അവനെ ആശ്വസിപ്പിച്ച്, ഹല്ലേലൂയ, അവനൊന്ന് ശക്തീകരിക്കാൻ നിന്റെ നാവുകൾ കൊണ്ട് കഴിയുമെങ്കിൽ നീ ഒരു ദൈവ പൈതലാണ്, പക്വതയുള്ള, സൽഗുണ പൂർത്തിയുള്ള വ്യക്തിയാണ് എന്ന് സ്വർഗം അടയാളപ്പെടുത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 25-ാമത്തെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, തക്ക സമയത്ത് പറയുന്നൊരു വാക്ക് വെള്ളിത്താലത്തിലിരിക്കുന്ന ഒരു പൊന്നാരങ്ങ പോലെയാണ്. ആമേൻ. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എൻ്റെ ജീവിതത്തിലൊക്കെ ഒരു ഇരുണ്ട കാലഘട്ടം, നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ കുടുംബമായി തളർന്നിരിക്കുന്ന സമയത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ അനേക ശിഷ്യന്മാരുടെ നാവുകളുള്ളവരെ ഞങ്ങൾ അടുക്കിലേക്ക് അയച്ചിട്ടുണ്ട്. ദൈവത്തിന് അറിയാം എൻ്റെ ഭക്തനെ, എൻ്റെ ഭക്തയെ എങ്ങനെ ബലപ്പെടുത്തണമെന്ന് ഒരു പ്രവാചകൻ അറിഞ്ഞില്ലെങ്കിലും അറിയുന്നൊരു ദൈവമുണ്ട്. അവൻ തക്ക സമയത്ത് അടുക്കലേക്ക് അവന്റെ ഭക്തന്മാരെ വിട്ട് നിന്നെ ധൈര്യപ്പെടുത്തും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ അത് വെള്ളിത്താലത്തിൽ ഇരിക്കുന്ന ഒരു പൊന്നാരങ്ങ പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന പല വാക്കുകളും നമ്മൾ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ അത് എത്ര പേർക്ക് ആശ്വാസമായി എന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിക്കണം. ഞാൻ പറഞ്ഞ വാക്ക്, ഞാൻ ഇന്ന് ഇടപെട്ട സംസാരം, ഞങ്ങൾ തമ്മിൽ സംസാരിച്ച വാക്കുകൾ ഒരുപക്ഷെ നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമായിരിക്കാം നമ്മൾ സംസാരത്തിലൂടെ ഷെയർ ചെയ്തത്. പക്ഷേ ആ ഷെയറിൽ പിശാചിന് നമ്മൾ എന്തെങ്കിലും ഷെയർ കൊടുത്തിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ പരിശോധിക്കണം. ഇന്ന് പകലിൽ അത് പരിശോധിക്കാനുള്ള സമയമാണ്. നമ്മൾ ഭവനങ്ങളുടെ അന്തരീക്ഷങ്ങൾക്കകത്ത് പ്രാർത്ഥനയുടെ ആത്മാവിൽ കയറേണ്ടുന്ന പല ഭവനങ്ങളിലകത്തും കടന്നു എന്നാൽ ഇരുണ്ട് മൂടിയ അവസ്ഥയിലാണ് കിടക്കുന്നത്. കാരണം അവർക്ക് സംസാരിക്കാനുള്ളത് മറ്റു പലരെയും കുറിച്ചാ, വീണുപോയവരെ കുറിച്ചാ. എന്നാൽ തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ തമ്മിൽ സംസാരിച്ചവന്റെ ഭവനത്തിൽ കയറിയാൽ അറിയാം. പ്രകാശരൂപിതമായ ആത്മീകമായ ഭവനങ്ങൾ കെട്ടിപ്പടുക്കുവാൻ നമ്മുടെ തലമുറകളെ ഉത്സാഹിപ്പിക്കേണ്ടത് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മടങ്ങി വരിക, മടങ്ങി വരിക. ഹല്ലേലൂയ. കാരണം വാക്കുകൊണ്ട് താങ്ങുവാൻ യഹോവ ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. നാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ എപ്പോഴും
ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം, കൃപയോടുകൂടി ആയിരിക്കണം. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വേലയിൽ അധ്വാനിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ വീടിൻ്റെ അങ്കണങ്ങളിൽ ഇരുന്ന് തലമുറകളുമായിട്ട് ഇരുന്ന് ചിരിച്ച് രസിച്ച് കുറ്റം പറയുന്ന അനേകം കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാണുമ്പോഴൊക്കെ വളരെ സന്തോഷമാണ്, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. എന്നാൽ നമ്മളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ വിമർശിക്കുകയും പരോക്ഷമായി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആത്മാവ് എന്നോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, അങ്ങനെയുള്ളവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നീ അറിയാതെ ഒരു ശാപം നിന്റെ ഭവനത്തിൻ്റെ അകത്ത് നീയായിട്ട് വരുത്തി വെക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവാത്മാവ് ഒരു വാണിംഗ് ആയിട്ട് പറയാണ്, അങ്ങനെയുള്ളവർ ഹല്ലേലൂയ ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു വ്യക്തിയെ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ കളങ്കപ്പെടുത്തുവാൻ എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ന്യായമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ ഹല്ലേലൂയ കുടുംബ ജീവിതത്തിനകത്ത് കൊണ്ടുവന്ന് അവരെ നശിപ്പിക്കുവാൻ നോക്കുന്ന കള്ള സഹോദരന്മാർ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ ദൈവാത്മാവ് പറയുന്നു, അഭിഷേകത്തിൽ നിൽക്കുന്നവരെ നീ കുറ്റം പറഞ്ഞാൽ നിന്റെ തലമുറ പോലും ഗതി പിടിക്കാതെ പോകും. നമ്മുടെ നാവുകൾ മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കട്ടെ. ലേവ്യ പുസ്തകം 2-13 വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ യാഗത്തോടുകൂടെ ഒക്കെയും ഉപ്പ് ചേർക്കണം. അല്ലേ? നിന്റെ ഭോജനയാഗത്തിനൊക്കെയും എന്ത് ചെയ്യണം? ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിന്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിനും എന്ത് ചെയ്യണം? ഉപ്പ് ചേർക്കണം. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് അർപ്പിക്കാനുള്ള യാഗം ഏതാ? സ്തോത്രം എന്ന യാഗമാണ്. ഈ സ്തോത്രം എന്ന യാഗത്തിന് എന്ത് ചേർക്കണം? എന്ത് ചേർക്കണം? ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കൊളോസ്യലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കൊളോസ്യലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. കൊളോസ്യലേഖനം 4-ന്റെ 6-ാമത്തെ വാക്യം. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും ശ്രദ്ധിച്ചേ. ആ വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ? എപ്പോഴും. എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും നിങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു സമയം വരും. ആ സമയത്ത് ശ്രദ്ധിക്കുക, പിശാച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്നതായ പ്രലോഭനത്തെ നിങ്ങൾ അറിയാതെ എടുത്തു ഭക്ഷിച്ചാൽ അത് ഗുണകരമല്ല. അതുകൊണ്ട് വാണിംഗ് ആണ് ദൈവാത്മാവ് എഴുതിയിരിക്കുന്നത്. എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഭവനങ്ങൾക്കകത്ത് കഴിയുന്ന മാതാപിതാക്കന്മാരെ, ഭാര്യ ഭർത്താക്കന്മാരെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, നിങ്ങളുടെ സംസാരമെല്ലാം ഉപ്പിനോടുകൂടിയതും കൃപയോടുകൂടിയതുമായിരിക്കട്ടെ. കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിട്ടുള്ള സംഭാഷണങ്ങളായിരിക്കട്ടെ. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവഹിതമല്ലാത്ത വാക്കുകൾ നിന്റെ വായിലെടുക്കാൻ ദൈവം അനുമതി നൽകുന്നില്ല. ഹല്ലേലൂയ. നിന്റെ ഭർത്താവ് ക്രിസ്തുവിനെ തലയായി കാണുന്നത് പോലെ ഭാര്യയ്ക്ക് ഭർത്താവ് തലയാണ്. പ്രൈസ് ദി ലോർഡ്. സംസാരിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കുക. ന്യായവിധി വരും എന്നറിഞ്ഞ് വളരെ കെയർഫുള്ളായി ജീവിക്കുക. ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള യാത്രകൾ ഇനിയും പലതുമുണ്ട്. പക്ഷെ ആത്മാവിൽ ഞാൻ പറയുന്നു, ദയവായി ശ്രദ്ധിക്കൂ. വരുന്ന അപകടങ്ങളിൽ വീഴാതിരിക്കൂ. കുഴിയിൽ വീണിട്ട് കയറുവാൻ കഴിയാതെ നിലവിളിക്കുന്നതിനേക്കാൾ നല്ലത് കുഴിയിൽ വീഴാതിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വാക്കുകൾക്ക് എന്തു വേണം? പഴയ നിയമത്തിലെ യാഗങ്ങൾക്ക്, ഭോജനയാഗത്തിന് ഉപ്പ് വേണം എന്ന് പറഞ്ഞതുപോലെ പുതിയ നിയമമാകുന്ന യാഗത്തിനകത്ത്, സ്തോത്രം എന്ന യാഗത്തിനകത്ത് ഉപ്പ് വേണം. ഞാൻ പറയട്ടെ, എല്ലാവർക്കും സ്തോത്രം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ കൃപയുള്ളവൻ സ്തോത്രം ചെയ്താൽ അങ്ങോട്ട് എത്തത്തുള്ളൂ.
ഹല്ലേലൂയ. വീട്ടിൽ വഴക്കിട്ട് വന്ന് ആരാധനയ്ക്ക് വന്നിട്ട് സ്തോത്രം പറഞ്ഞാലും സ്തോത്രം ഈ പുൾപിറ്റിന് അപ്പുറത്തേക്ക് പോകത്തില്ല. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വീട്ടിൽ വഴക്കിട്ടിട്ടാ ആരാധനാലയത്തിലേക്ക് വരുന്നേ. എന്നിട്ട് കർത്താവിനെ ആരാധിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു, ആരോടാണ് ഈ വ്യാജമുഖം? ആരോടാണ് ഈ സ്നേഹപ്രകടനം? ഹല്ലേലൂയ. നിന്റെ വാക്കുകൾ കൃപയോടുകൂടിയത്. ആലയത്തിൽ യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ വഴക്കുകളും കുടുംബത്തിന്റെ അകത്ത് വെച്ച് നിരപ്പ് പ്രാപിച്ചിട്ട് വേണം ആലയത്തിൽ കടന്നു വരാൻ. അങ്ങനെയുള്ളവർ മാത്രം വന്നാൽ മതി. ഒത്തിരി ആൾക്കാരെ കൊണ്ട് നിറച്ചിട്ട് എന്താ കാര്യം? ഹല്ലേലൂയ. ഇവിടെ നമ്മൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാ. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാ. അവൻ വെറുതെ ഇരിക്കുന്നവനല്ല. നമ്മുടെ മുൻപും പിൻപും ഒക്കെ അടച്ച് ദൈവത്തിന്റെ കരം ഭാരമായി വന്നാലുണ്ടല്ലോ, ഏത് പ്രവാചകൻ വന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കയറ് പൊട്ടിക്കാൻ വന്നാലും പ്രവാചകനും ഓടേണ്ടി വരും. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം ഞാനത് പറഞ്ഞു വിട്ടു. മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകൾ എന്ത് ചെയ്യണം? ഒരു പ്രചോദനമായിരിക്കണം, പ്രോത്സാഹനമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? നാവ് കൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. എന്ത് ചെയ്യണം, അതിലൊന്നാമത്തെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നു, ഉത്തമമായത് വേണം സംസാരിക്കാൻ. ഉത്തമമായത് വേണം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ വാക്യം, ആ 19-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്താണ് എഴുതിയിരിക്കുന്നത്. ജെറമ്യാ പ്രവചനം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ വാക്യം നമുക്കറിയുന്നൊരു വാക്യമാണ്. എങ്കിലും വായിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കോണം വീണ്ടും കൈകൊള്ളും. മടങ്ങി വന്നാൽ എന്തിന്റെ മടങ്ങി വരും? നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായായിരിക്കും. ഹല്ലേലൂയ. അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ, ഉത്തമമായി പ്രസ്താവിക്കുന്ന ദൈവത്തിന് പ്രസാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാക്കുകൾ, നമ്മുടെ നാവുകൾ, നമ്മുടെ വാക്കുകൾ പറയുന്ന കാര്യങ്ങൾ ഉത്തമമാകണം. മനസ്സിലായോ? നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെ ആകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ സ്വയം നാവിനെ നിയന്ത്രിക്കാതെ നാവ് കൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കുകയും അതിലൂടെ കുറെ ഉപദേഷ്ടാക്കന്മാരെ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത്, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിന് മുമ്പേ സ്വയം നമ്മളെ തന്നെ നിയന്ത്രിച്ച് സൽഗുണപൂർത്തിയുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണ് ഇന്നത്തെ സഭയ്ക്ക് ആവശ്യം. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കൃപയോടുകൂടെ ദൈവസന്നിധിയിൽ വന്നു നിന്നിട്ട്, അപ്പാ സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ സമൂഹം തള്ളിക്കളഞ്ഞ ചുങ്കക്കാരനെ ദൈവം നീതീകരിച്ചത്. മനസ്സിലായോ? പലതും പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് പ്രാസം പോലെ നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് വാക്കുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത നമ്മുടെ വലിയ പ്രസംഗത്തെക്കാൾ നല്ലത് ദൈവസന്നിധിയിൽ താണിരുന്നു കൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്ന ഭക്തനായ മനുഷ്യനെയാണ് ദൈവം മാനിച്ചത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകല് വീണ്ടും പറയുന്നു, നമ്മുടെ നാവുകളെ നിയന്ത്രിക്കണം, നമ്മുടെ നാവുകളെ സൂക്ഷിക്കണം, നമ്മുടെ അധരങ്ങളെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയണം. അപ്പോൾ ഒന്നാമത്തെ അറിവ് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എന്താണ് ഒന്നാമത്തെ അറിവ്? നാം ശ്രദ്ധിച്ച് നാവിനെ ഉപയോഗിക്കാൻ അറിയണം. ഇനി രണ്ടാമത്തെ അറിവ്, ഈ സങ്കീർത്തനത്തിന്റെ രണ്ടാമത്തെ ചിന്ത, അതിന് 4, 5, 6 വാക്യങ്ങളാണ്. ഒന്ന് വായിക്കാമോ? 39-ാം സങ്കീർത്തനം 4, 5, 6 വാക്യങ്ങൾ. ഹല്ലേലൂയ. യഹോവേ എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എന്റെ നാളുകൾ നാരുവില്ലിൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. രണ്ടാമത്തെ ചിന്ത ഈ സങ്കീർത്തനത്തിൽ നിന്ന് പറയാനുള്ളത്, നാം ഒരു ക്ഷണീകരാണ് എന്ന് നാം അറിയണം.
അതിന് 4, 5, 6 വാക്യങ്ങളിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്ന് സങ്കീർത്തനകാരൻ പറയുന്നു. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണീകൻ എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ക്ഷണീകരാണെന്ന് നമ്മൾക്കറിയാമോ? എന്നാൽ 39-ാം സങ്കീർത്തനം എഴുതിയ ദാവീദിനറിയാം നന്നായിട്ട്. സ്തോത്രം. ഏത് മനുഷ്യനും ഒരു നിഴലാണെന്നും ഞാൻ കേവലം ക്ഷണീകനാണെന്നും ഞാൻ നിഴൽ പോലെയാണെന്നും മനസ്സിലാക്കിയ ഭക്തനായ മനുഷ്യനായിരുന്നു ദാവീദ്. മനുഷ്യന്റെ ആയുസ് വെള്ളത്തിലെ കുമിൾ പോലേക്ക് സദൃശ്യമാണെന്നും ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണെന്നും ഒരു മനുഷ്യനും ഇവിടെ സ്ഥിരമായി താമസിക്കാൻ കഴിയില്ലെന്നും 39-ാം സങ്കീർത്തനത്തിലെ ദാവീദിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അവസാനം അറിയിക്കണമേ. സഹോദരന്മാരെ, ദൈവഭക്തന്മാരെ, ദൈവദാസ്യന്മാരെ, നമ്മൾ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ അവസാനം ഒന്ന് എന്നെ അറിയിക്കണമേ? ഹല്ലേലൂയ. കാരണം അവസാനം അറിയിക്കാനായിട്ട് ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനൊരു കാരണമുണ്ട്. 5-ാമത്തെ വാക്യം അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇതാ നീ എന്നെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ. എന്റെ ആയുസ് 4 വിരൽ നീളം. ഈ 4 വിരൽ നീളം എന്നുള്ളതിനെ പണ്ഡിതന്മാർ പലവിധ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും മനുഷ്യ ജീവിതത്തിന്റെ 4 ഘട്ടങ്ങളെയാണ് പരിശുദ്ധാത്മാവോട് എഴുതി വച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ആയുസിന്റെ 4 ഘട്ടങ്ങൾ ഏതാ? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. കണ്ടോ? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം വാർദ്ധക്യത്തിലായിരിക്കുന്ന പലർക്കുമുള്ള അസ്വസ്ഥതകൾ എന്തൊക്കെയാണെന്ന്, അല്ലേ? സ്തോത്രം. ഇവിടെ സങ്കീർത്തനകാരൻ പറയുന്നു, സ്തോത്രം, ദൈവമേ, എൻ്റെ നാളുകൾ എണ്ണുവാൻ, എൻ്റെ അവസാനം എന്താകുമെന്ന്, എൻ്റെ ആയുസ് എത്രയാകുമെന്ന് എന്നെ ഒന്ന് അറിയിക്കണേ. പൊതുവെ പറയുന്നൊരു ശൈലിയുണ്ട്, 40 വയസ്സ് വരെ നമ്മൾ മുകളിലോട്ട് കയറും. 40 വയസ്സ് കഴിഞ്ഞാൽ പാമ്പും കോണിയും കടിക്കുന്ന പോലെയാണ്, നമ്മൾ താഴോട്ടാ, അല്ലേ? സ്തോത്രം. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറിയാൽ 80 സംവത്സരം. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുമെന്ന് അവിടെ മോശയുടെ സ്തോത്രം 80-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. സ്തോത്രം. 90-ാം സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിത്യതയുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ ആയുസ് കേവലം ക്ഷണഭംഗുരമാണ്. ഇവിടെ ദാവീദ് പറയാണ്, എൻ്റെ അവസാനം എന്നെ എന്ത് ചെയ്യണം? അറിയിക്കണം, അല്ലേ? അങ്ങനെ പ്രാർത്ഥിച്ച പലരെയും നമ്മൾ ബൈബിളിനകത്ത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? എൻ്റെ അവസാനത്തെ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച അനേകരും ഉണ്ട്. അനേകരും മരണസമയത്ത്, മരണത്തിന് തൊട്ടു മുമ്പ് അവർ ദൈവത്തോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ അവരുടെ മരണ ദിവസം എന്തായി തീരും, എന്നാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ മുൻകൂട്ടി ക്രമീകരിച്ചു വെച്ച അനേക വിശുദ്ധന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്, ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ദൈവത്തോടു കൂടെ ചേർന്ന് നിന്നൊരു ഭക്തന്റെ ആയുസ് എന്ന് തീരുമെന്ന് അവൻ മരിക്കുന്നതിന് മുമ്പ് അവനെ ദൈവം അറിയിക്കും. അനേക ഭക്തന്മാരെ കുറിച്ച് എനിക്കറിയാം. അവർ ഈ ലോകത്ത് അവരുടെ ദീപം കെടുന്നതിന് മുമ്പേ അവരെ നടക്കുവാനുള്ള സംഭവങ്ങളെ കുറിച്ച് അറിയിച്ച് അവരുടെ ജീവിതത്തെയും അവരുടെ വരാനിരിക്കുന്ന തലമുറകളെയും എങ്ങനെ കരുതണമെന്ന് അവരെ പഠിപ്പിച്ച അനേക ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തൊരു പ്രാർത്ഥനാ വിഷയമായിട്ട് മാറട്ടെ. കർത്താവേ, എൻ്റെ ആയുസ് എന്ന് തീരും എന്ന് എന്നെ അറിയിക്കണമേ. ഹല്ലേലൂയ. ബിലയാം എന്ന് പറയുന്ന പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ സന്നിധിയിൽ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 10-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചു താൻ. ഹല്ലേലൂയ.
യാക്കോബിന്റെ തൂലിയെ ആർക്ക് എണ്ണാം? ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ശ്രദ്ധിച്ചോണേ, ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവന്റേതുപോലെ ആകട്ടെ. പക്ഷേ ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കാൻ ബിലയാമിന് കഴിഞ്ഞില്ല. ഇന്ന് പകലിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമ്മുടെ അവസാനത്തെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? ഭക്തന്മാർ മരിക്കുന്നത് പോലെ അപ്പ എനിക്ക് മരിക്കണം. ജനിച്ചതുപോലെ ജീവിച്ചതുപോലെയല്ല, മരിക്കുമ്പോഴും ഒരു ഭക്തനെ പോലെ മരിക്കുന്നതാണ് നല്ലത്. കാരണം ഭക്തന്മാരുടെ മരണം യഹോവയുടെ സന്നിധിയിൽ വിലയേറിയതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവരുടെ പോലെ ആകട്ടെ എന്ന് ബിലയാം പ്രാർത്ഥിച്ചു. പക്ഷെ ബിലയാമിന്റെ മരണം അങ്ങനെ ആയില്ല. കാരണം ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് ദ്രോഹങ്ങൾ ചെയ്താണ് ബിലയാം പോയത്, അല്ലേ? ദൈവജനത്തെ ശപിക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ അവർക്ക് ശാപമാകുവാൻ കാരണമായ ഒരു കാരണത്തെ, ഹല്ലേലൂയ, ശെത്തീമിൽ വെച്ച് മോവാബ്യ സ്ത്രീകളുമായിട്ട് പരസംഗം ചെയ്യാനുള്ള ഗൂഢവിദ്യയെ ഉപദേശിച്ചു കൊടുത്ത് ബിലയാമ, അല്ലേ? അല്ലേ? ശപിക്കുവാൻ കടന്നു വന്ന പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, യാക്കോബിന്റെ കൂടാരങ്ങൾ എത്രയോ മനോഹരം, ഇസ്രായേലിനെ കാണുമ്പോൾ എത്രയോ മനോഹരം. ശപിക്കാൻ വന്ന പ്രവാചകന്റെ വായിൽ ദൈവം ശാപമല്ല കൊടുത്തത്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഒരു ദൈവ പൈതലിനെ ശപിക്കാൻ ആരുടെയും കയ്യിൽ ദൈവം അധികാരം കൊടുത്തിട്ടില്ല. അങ്ങനെ ശപിക്കുന്നവർ ഇന്ന് ആത്മീയ കോളത്തിലുണ്ട്. അവരോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, നിനക്ക് ശപിക്കുവാനല്ല നിന്റെ ആദരങ്ങൾ ദൈവം നിനക്ക് തന്നത്. അത് പ്രവാചകനായിക്കൊള്ളട്ടെ, ഉപദേശിയായിക്കൊള്ളട്ടെ, ആരുമായാലും അനുഗ്രഹത്തിന്റെ വാക്കുകൾ കൊണ്ട് സമ്പന്നമാക്ക്. എനിക്ക് ഇന്നും മനസ്സിലാവാത്ത കാര്യമാണ്. കൂട്ടത്തിൽ ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഗ്ലോറിയും പറഞ്ഞ് പ്രവചനം പറഞ്ഞ് ആത്മാവിൽ പോയ ആളുകള് പിന്നെ കാണുമ്പോൾ പറയുന്നത് ശാപവാക്കുകളാ. അപ്പോൾ അതുവരെ പറഞ്ഞ ആത്മാവ് നിന്റെ ഏതായിരുന്നു? അത് പറഞ്ഞ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഭരിക്കുന്നെങ്കിൽ ഒരാളെ നീ ശപിക്കത്തില്ല. കാരണം അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം ഇതാണ്, നിന്നെ ശപിക്കുന്നവരെ നീയല്ല ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ നീയല്ല ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെയെങ്കിൽ വചനം അനുഗ്രഹമായി നിങ്ങളുടെ ഭവനത്തിലെയും തലമുറകളിലേക്കും വ്യാപരിക്കട്ടെ. ഇന്ന് പകലിൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞ പല ശാപത്തിന്റെ ബന്ധനങ്ങളും കർത്താവ് അഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശാപത്തിന്റെ കെട്ടുകൾ അഴിയുകയാണ്. നിനക്കല്ലാതെ വന്ന, നിനക്കെതിരായി വന്ന ആയുധങ്ങൾ നിനക്ക് ഫലിക്കില്ല. നിന്റെ കുടുംബത്തിനെതിരെ പറയുന്ന വാക്കുകൾ കെട്ടാൻ ഹല്ലേലൂയ ശത്രു ശ്രമിച്ചാലും അതിനെ ഒരു ഞാകണ പോലെ പൊട്ടിക്കാൻ നീ പറയുന്ന പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ അതിനെ പ്രയോഗിക്കുന്നു. സഭയ്ക്കെതിരെ, വ്യക്തികൾക്കെതിരെ, ദൈവത്തിന്റെ ദാസന്മാർക്കെതിരെ പറയുന്ന എല്ലാ ശബ്ദങ്ങളെയും അവരുടെ ആദരങ്ങളെ തുറന്ന് അനുഗ്രഹിക്കുവാൻ ഒരു ദൈവദാസൻ എന്നുള്ള രീതിയിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശെത്തേമിൽ വെച്ച് ജനം മോവാബ്യ സ്ത്രീകളുമായിട്ട് എന്ത് ചെയ്തു? പരസംഗം ചെയ്തു. മോവാബ്യ ജനത ഇസ്രായേലിന്റെ ജനത്തിന് ശാപം വരുത്തുന്നതിന് വേണ്ടി അവരോടുകൂടെയുള്ള സഹോദരിമാരെ ഇസ്രായേൽ പാളയത്തിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ജനം അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടി. ഹല്ലേലൂയ. ഇണയില്ലാ പിണ കൂടിയാൽ ഉണ്ടാകുന്ന കാര്യം എന്താണെന്നറിയാമോ? വിശുദ്ധി നഷ്ടപ്പെടും. വിശുദ്ധി നഷ്ടപ്പെടും. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധി നഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് ഒരു വിശുദ്ധന് നിൽക്കാൻ അവകാശമില്ല. കാരണം കൃപാസനത്തിലേക്ക് അടുത്തു വരുമ്പോൾ ഓരോ ദൈവ പൈതലിനെയും വിശുദ്ധിയോടെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്.
ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ നിയമിച്ചാക്കി വെച്ചിട്ട സ്ഥാനങ്ങളിലും അധികാരങ്ങളിലും പദവികളിലും ഒക്കെ ദൈവഭക്തന്മാരെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചേ പറ്റൂ. ദൈവം നിനക്ക് തന്ന അധികാരങ്ങൾ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അതിലേക്കല്ല നിന്റെ ശ്രദ്ധ പോണ്ടത്. കൃപാവരങ്ങൾ തന്ന ദൈവത്തിങ്കിലേക്കാണ് നിന്റെ കണ്ണുകൾ ഉയർത്തേണ്ടത്. കാരണം ദൈവം പരിശുദ്ധനാണെങ്കിൽ നീ ഒരു വിശുദ്ധനായ പുരുഷനാണ്. ഹല്ലേലൂയ. എന്തുണ്ടായെന്നറിയാമോ? അവിശ്വാസികളുമായി ഇസ്രായേൽ ജനം ഇണയില്ല പിണ കൂടി. അതുപോലെ എന്തു വന്നെന്നറിയാമോ? ശാപം അവരുടെ പാളയത്തിൽ വന്നു. ഞാൻ ആത്മാവിലൊരു ദൂത് പറയുന്നതിന് മുമ്പ്, ദൈവത്തിൻ്റെ ജനം എന്നെ എങ്ങനെ നോക്കി കാണുന്നു എനിക്ക് അറിയില്ല, അതെനിക്ക് വിഷയമല്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടിയാൽ നിന്റെ ഭവനത്തിനകത്ത് അനുഗ്രഹമല്ല ശാപം വരും. കാരണം നീ അറിയാതെ ഒരു ഡോറ് പിശാചിന്, ഡീമൺസിന് നീ തുറന്നു കൊടുത്തിരിക്കുകയാണ്. നീ എങ്ങനെ പ്രാർത്ഥിച്ചാലും നിയമപരമല്ലാത്ത അവകാശത്തിന്മേൽ നീ കൈവച്ചിട്ടുണ്ടെങ്കിൽ ശത്രു നിന്റെ ഭവനത്തെ ആക്രമിക്കും, തലമുറകളെ മുടിച്ചു കളയും. കാരണം വേദപുസ്തകം നിയമവ്യവസ്ഥയാണ്. ഈ 66 പുസ്തകങ്ങളിലും നിയമവ്യവസ്ഥതയുണ്ട്. അതിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട്. ചെയ്യരുതാത്തത് ചെയ്തു കഴിഞ്ഞാൽ അത് ഹൃദയപ്രകാരമുള്ള മനുഷ്യനായാലും അവന്റെ തലമുറ മരിക്കും. ശ്രദ്ധിച്ചു പഠിച്ചിട്ടുണ്ടോ വചനം? പല ബന്ധുക്കോസ്താരും പറയും ശാപം ഭവനങ്ങൾക്കകത്ത് വരത്തില്ല. നോ, നിന്റെ ഉപദേശം തെറ്റാണ്. ശാപം കർത്താവ് ക്രൂശിൽ വഹിച്ചില്ലേ, ഇനി എന്തിനാ ശാപം നമ്മൾ ഏറ്റെടുക്കുന്നേ? സഹോദരന്മാരെ, ആത്മീക മണ്ഡലത്തെ നീ തിരിച്ചറിയണം. ദൈവത്തിന്റെ കൽപ്പന നീ എന്ന് ലംഘിക്കുമോ അന്ന് അറിയാതെ ഈ ശാപം നിന്നെയും നിന്റെ തലമുറകളെ പിന്തുടരും. ഹല്ലേലൂയ. അതിനെ മാടി വിളിക്കൊന്നും വേണ്ട. കൽപ്പന ഒന്ന് തെറ്റിയാൽ തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നു അല്ലേ? അവര് ഇത്ര വലിയ കുറ്റാണോ പാസ്റ്ററെ? അല്ലേ? അതിനെ ലഘൂകരിച്ച് പറയുന്ന, ലഘൂകരിച്ച് കാണുന്ന ദൈവദാസന്മാരുണ്ടാകാം, ദൈവമക്കളുണ്ടാകാം. കർത്താവിനെ നമ്മൾ പാപം ചെയ്താലും തെറ്റേറ്റ് പറഞ്ഞാലും നമ്മുടെ കർത്താവ് ക്ഷമിക്കില്ലേ? ക്ഷമിക്കുമായിരിക്കാം. പക്ഷെ നിന്നിലൂടെ വ്യാപാരം ചെയ്യുന്ന ഈ ലംഘനത്തിനുള്ള ശാപം അറിയാതെ അടുത്ത തലമുറയിലേക്ക് കടക്കുമെന്ന് നീ അറിയണം. അടുത്ത തലമുറകളിൽ പ്രവേശനത്തിനുള്ള വാതിലുകൾ ഒരുക്കി വെച്ചിരിക്കുന്നത് മാതാപിതാക്കന്മാർ തന്നെയാണ്. നിന്റെ ജീനിലൂടെ, നിന്റെ DNA-യിലൂടെ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ പരിണിത ഫലം അടുത്ത ജനറേഷനിലേക്ക് നീ അറിയാതെ തന്നെ കടന്നു പോകുമെന്ന് അറിയണം. ബിക്കോസ് നിന്നിലുള്ള ഡീമൻസിന് അടുത്തുള്ള നിന്റെ ജനറേഷനിലേക്ക് കടന്നു പോകാനുള്ള നിയമപരമായ അവകാശമുണ്ട്. Praise the Lord. Hallelujah. കാരണം ദൈവം നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ നിയമപരമല്ലെങ്കിൽ അനുഗ്രഹിക്കത്തില്ല. ഇതൊരു നഗ്നമായ സത്യമാണ്. അതുകൊണ്ട് പെന്തക്കോസ്തുകാരായവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞ് തുള്ളി ചാടി ഒച്ചയിട്ടിട്ട് കാര്യമില്ല. പലരുടെയും തലമുറകൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നതിന്റെ കാരണം നിങ്ങളിലൂടെ അറിയാതെ തുറന്നു കൊടുത്ത പിശാചിന്റെ വാതിലുകളാ. അതിനെ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ അറിയാത്ത ആത്മമണ്ഡലത്തിൽ നിന്ന്, നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് കടന്നു വന്ന ഡീമൻസ് അടുത്ത തലമുറയിലേക്ക് വ്യാപരിച്ചു. അവരും ജനിച്ചു, അവരുടെ മക്കളും ഉണ്ടായി. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലവിധ പാപങ്ങളും പലവിധ രോഗങ്ങളും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്താ കാരണം? ഇതിനൊരു മൂല കാരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, കാരണമില്ലാതെ ശാപം വരത്തില്ല. അങ്ങനെയെങ്കിൽ ഒരു കാരണമില്ലാതെ ഇന്ന് പകലിൽ ആത്മാവ് പറയുന്നു, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കാരണമില്ലാതെ ശാപം വരുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം കണ്ടെത്തി പശ്ചാത്തപിച്ച് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്.
കാരണം ഇതിലെ അനുഗ്രഹങ്ങൾ മടങ്ങി വന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതെങ്കിലും വിധത്തിൽ നിയമവിധേയമല്ലാത്ത ഡോറുകൾ ശത്രുവിന് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, തലമുറകളിലേക്ക് വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറയുന്നു. അതിനൊരു പ്രവാചകന്റെ അടുക്കിലേക്ക് നീ പോകണ്ട. നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ തൽസമയം തന്നെ അഴിയേണ്ടതിന് ദൈവം അഴിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നമുക്കുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ അഴിക്കാൻ പോവാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില കെട്ടുകളുണ്ടല്ലോ, അതിനെ അഴിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ശാപത്തിന്റെ തലമുറകൾ നമുക്കുണ്ടാകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവേ, എൻ്റെ തലമുറയെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരേ ഒരു പ്രതിവിധിയുള്ളൂ. നിന്റെ നാവ് കൊണ്ട് നീ മിണ്ടാതിരിക്കാതെ നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തോട് തേങ്ങി പറഞ്ഞുകൊണ്ട് നീ പ്രാർത്ഥിക്കണം. ഇടിവിൽ നിന്നുകൊണ്ട്, കർത്താവേ, എൻ്റെ പിതാക്കന്മാരിലൂടെ എന്നിലൂടെ കടന്നു വന്ന തെറ്റിൻ്റെ പരിണിത ഫലമാണ് എൻ്റെ തലമുറ അനുഭവിക്കുന്നെങ്കിൽ അത് കടന്നു വന്ന ഡോറിനെ ഞാൻ ക്ലോസ് ചെയ്യുന്നു. അനേക തവണ നീ അനുഭവിച്ചാൽ ഒരു പക്ഷേ ദൈവം നിന്റെ തലമുറയെ മടക്കി വരുത്തും. ഹല്ലേലൂയ. കാരണം അനുദപിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. 51-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, ദൈവമേ, നിന്റെ കരുണയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ക്കണമേ. അകൃത്യങ്ങളും ലംഘനങ്ങളും മായ്ക്കാൻ കഴിയുന്നവൻ ഒരുവനേ ഉള്ളൂ. അത് സർവശക്തനായ ദൈവമാണ്. യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ സാധിക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ മടങ്ങി വന്ന് ഹൃദയത്തിൽ പശ്ചാത്തപിച്ച് ഏറ്റുപറയാത്ത ഒരു പാപത്തിനും നിരപ്പ് സ്വത്രം ഹല്ലേലൂയ ഉള്ള സ്വത്രം ഒരു പാപത്തിന്മേലും ദൈവം ശിക്ഷാവിധി കൽപ്പിക്കത്തില്ല. മടങ്ങി വരുന്നവനെ ദൈവം ചേർത്തുകൊള്ളും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഒരുപക്ഷെ പലരും പറയുന്നത് പോലെ, പാസ്റ്ററെ, എൻ്റെ മോനോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? സൂച്ചിട്ടതുപോലെ അപ്പ തന്നെ കത്തത്തില്ല, അത് ഫീസ് പോയി എടുക്കുന്നതാ. ആ ബൾബ് മാറ്റണം, അല്ലെങ്കിൽ സ്വിച്ച് മാറ്റണം, അതിനുള്ള ക്ഷമ നമ്മൾ കാണിക്കണം. ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കണം, ഇരുന്ന് പ്രാർത്ഥിക്കണം, ഇരുന്ന് മുട്ടുമടക്കണം, പ്രൈസ് ദി ലോർഡ്, ഇരുന്ന് ധ്യാനിക്കണം, വചനം പഠിക്കണം, ഉപവസിക്കണം, കരയണം. കരയുന്ന തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കന്മാർ ഉണ്ടാകട്ടെ. കരയുന്ന തലമുറയ്ക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ എഴുന്നേൽക്കട്ടെ. കരയുന്ന മാതാപിതാക്കന്മാരെ എഴുന്നേൽക്ക്. ഹല്ലേലൂയ. ബിലയാമിന് ഒരു ഭക്തനെ പോലെ മരിക്കാൻ കഴിഞ്ഞില്ല. എന്തുണ്ടായെന്നറിയാമോ? വചനം പറയുന്നു, തിരുവെഴുത്തിൽ വായിക്കുന്നു, പെരിയോമിന്റെ മകനായ ബിലയാമിനെ അവർ വാളുകൊണ്ട് കൊന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനോട് ഞാൻ ചോദിക്കുന്നു, മനുഷ്യൻ ആരാ മനുഷ്യൻ? 5 വാക്യങ്ങൾ. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരെല്ലാം ഒരു നിഴലാണ്, നിശ്ചയമാണ്. നമുക്കൊന്നും ദൈവസന്നിധിയിൽ അഹങ്കരിക്കാനില്ല. നമുക്കൊന്നും ദൈവസന്നിധിയിൽ ഒരു അഭിമാനവുമില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തോട് ഏറ്റുപറയാൻ ഒരു അഭിമാന കുറവിൻ്റെ നമുക്ക് ആവശ്യമില്ല. കർത്താവിനോട് ഏറ്റുപറയാമോ? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മെ അതിനു വേണ്ടി സഹായിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനൊരു പ്രസംഗമായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞ് ഒരു ദൂത് പറഞ്ഞ് നിങ്ങളെ കോരിത്തെരിപ്പിക്കാനല്ല നിൽക്കുന്നത്. എന്നെ അത് ഏൽപ്പിച്ചിട്ടില്ല. ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ഞാൻ ചെയ്യത്തില്ല. ഒരു മടങ്ങി വരും നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. മേരി ജോൺ തോട്ടം എന്ന് പറയുന്ന ഒരു കവിത്രി ഒരു കവിത എഴുതി. ആ കവിതയ്ക്ക് ഇങ്ങനെ കൊടുത്തു: ശക്തനായ സീസറും പ്രസിദ്ധനായ ഹോമറും, അല്ലേ, സമത്വമറ്റ സോളമൻ,
ഭക്തിയുള്ള വിഭജരും അമർന്നുപോയി ഈ കാലചക്ര വിഭ്രമത്തിൽ. എങ്കിലും നമുക്ക് പിന്നെ എന്ത് ശങ്ക, മാറ്റമൊന്നുമില്ല. നീ ഹല്ലേലൂയ. ഒരിക്കലായി ഈ ജനത്തെയും പിരിഞ്ഞു നാം പിരിയണം. വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരയാതെ കരഞ്ഞിരാതെ ഒക്കെയും ഈ ദരിദ്രയിൽ ഉള്ളതിനെ വെറുക്കണം. സ്തോത്രം. പ്രിയമുള്ളവരെ, നാം നേടിയതെല്ലാം ഒരു ദിവസം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും. സങ്കീർത്തനകാരൻ പറയുന്നു, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരേ ഒരു ജീവിതമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ, അത് വേഗം തീരും. പക്ഷേ ക്രിസ്തുവിനായിട്ടുള്ളത് മാത്രം ഇവിടെ നിലനിൽക്കും. ഒന്നുകൂടി ഞാൻ പറയാം, ഒരേ ഒരു ജീവിതമേ ഭൂമിയിലുള്ളൂ, അത് വേഗം തീരും. പക്ഷെ ക്രിസ്തുവിനായി മാത്രമുള്ളത് ഇവിടെ നിലനിൽക്കും. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, കോടാലിയെ കുറിച്ചൊരു വിവരണം താൻ കൊടുത്തു. കോടാലി, നമ്മൾ വെട്ടുന്ന കോടാലി ഉണ്ടല്ലോ, മരം പൊളിക്കുന്ന കോടാലി. ആ കോടാലിയെ കുറിച്ച് പറയുന്നൊരു ശൈലിയുണ്ട്. അത് ഉപയോഗിച്ചാൽ അത് തീരും, ഉപയോഗിച്ചില്ലെങ്കിൽ അതിൽ തീരും. ഉപയോഗിച്ചാൽ അത് തീരും, ഉപയോഗിച്ചില്ലെങ്കിലും. ഉപയോഗിച്ചാൽ അത് തേഞ്ഞു തീരും, ഉപയോഗിച്ചില്ലെങ്കിൽ തുരുമ്പിച്ച് തീരും. ദൈവമക്കളെ, നമ്മൾ തുരുമ്പിക്കരുത്. നമ്മൾ ഇരുന്ന് തുരുമ്പ് പിടിക്കുന്നവരായി മാറരുത്. തുരുമ്പ് പിടിക്കാതെ കർത്താവിന് വേണ്ടി വേഗത്തിൽ തീരുന്നവരായി മാറുവാൻ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ചേർത്ത് പറഞ്ഞ് ഈ ഭാഗം ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവയിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏവനും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം നാം വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. രണ്ട് ക്ഷയങ്ങളെ കുറിച്ച് ഈ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 39-ാമത്തെ അധ്യായം 39-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ രണ്ട് ക്ഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. 10-ാം വാക്യം. 2, എൻ്റെ സൗന്ദര്യം പുഴു പോലെ ക്ഷയിച്ചിരിക്കുന്നു. 11-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഭാഗം കൂടി പറഞ്ഞ് ഞാൻ ആ ചിന്ത അവസാനിപ്പിക്കുകയാണ്. എന്താണ് രണ്ടാമത്തെ ഭാഗത്തിൽ ചിന്തിച്ചത്? നാം ഒരു ക്ഷണികനാണെന്ന് അറിയണം. ഇനി മൂന്നാമത്തെ ചിന്തയും കൂടി പറഞ്ഞ് വേഗത്തിൽ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിച്ച് ഇരിക്കുകയാണ്. മൂന്നാമത്തെ ചിന്ത സങ്കീർത്തനകാരൻ പറയുന്നു, ദാവീദ് പറയുന്നു, ഞാൻ ആരാണ്? 12-ാമത്തെ വാക്യം, 39-ാം സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യം. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എന്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. ഞാൻ എന്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അനന്യനും പരദേശിയുമാകുന്നുവല്ലോ. മൂന്നാമത്തെ ചിന്ത, ഞാനൊരു പരദേശിയാണ് എന്നറിയണം. ഞാനിവിടെ സ്ഥിരതാമസമുള്ളവനല്ല. ദേവദാരുക്കളെ കൊണ്ട് കൊട്ടാരം പണിതാലും ഞാൻ ഈ മണ്ണിലേക്കാണ് പോകുന്നത്. എൻ്റെ ശവം വീട്ടിലോ തേക്കിലോ ഒക്കെ പൊതിഞ്ഞു വെച്ചാലും ഈ ഭൂമിയിലുള്ള പുഴുക്കൾക്കാണ് എൻ്റെ ശരീരം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദാവീദ് പറയാണ്, ഞാൻ കേവലം അന്യനും പരദേശിയുമാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതം ഇവിടെയല്ല. വാസ്തവത്തിൽ നമ്മളിവിടെ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കുകയാ, വലിയ വലിയ വീടുകൾ വെച്ച് വലിയ വലിയ കാറുകളിൽ സഞ്ചരിച്ച് നമ്മൾക്ക് എവിടുന്നൊക്കെയോ നമ്മൾ വലിയ ആളുകളാണെന്ന് പിശാച് നമുക്ക് വലിയ ബോധ്യം തന്ന് നമ്മൾ ഇവിടെ ഭൂമിയിൽ ആയിരക്കണക്കിന് വർഷം ജീവിക്കാമെന്നാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നോ, പറ്റത്തില്ല. ഒരു ദൈവവൈതന്റെ ജീവിതം ഈ ഭൂമിയിൽ അവൻ പരദേശിയാണ്. അവൻ പരദേശിയായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. കാരണം നിലനിൽക്കുന്ന ഒരു നഗരം ഇവിടെ ഇല്ലല്ലോ. നമ്മുടെ പിതാക്കന്മാരെല്ലാം പരദേശികളായി ജീവിച്ചവരാ. നമുക്കും അങ്ങനെ ജീവിക്കാൻ കഴിയട്ടെ. നമ്മുടെ തലമുറകൾക്കും അങ്ങനെ ജീവിക്കാൻ കഴിയട്ടെ. നമ്മളിവിടെ പരദേശികളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. എബ്രായ ലേഖനത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് കാലത്തിരുന്ന് ചിന്തിച്ചപ്പോൾ
ഈ ദൂതിനോട് ചേർന്ന് ദൈവാത്മാവിന്റെ ഹൃദയത്തിനകത്ത് തന്നതാണ്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ 10 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ച് എവിടേക്ക് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അടുത്ത വാക്യം. വിശ്വാസത്താൽ അവൻ വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. 10-ാമത്തെ വാക്യം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും, ശ്രദ്ധിക്കണമേ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. 13-ാമത്തെ വാക്യം. അവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. എന്താ ഏറ്റു പറയണ്ടേ? ഏറ്റു പറയേണ്ടത് വാക്കുകളിലൂടെയല്ല, ജീവിതത്തിലൂടെയാണ്. മനസ്സിലായോ? ജീവിതത്തിലൂടെയാണ്. വലിയ വലിയ മണിമന്ദിരങ്ങൾ പണിത് ബെൻസിലും BMW പോയി കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നതല്ല. അങ്ങനെ കിട്ടിയാൽ മേടിച്ചോളണം കേട്ടോ. എനിക്കൊരു യാതൊരുവിധ പരാതിയുമില്ല. ഞാൻ ആരെയും വിധിക്കാൻ ആളല്ല. ഇനി പാസ്റ്റർക്ക് അസൂയ ഉണ്ടായിട്ട് അങ്ങനെ ഒരു അസൂയവുമില്ല. തമ്പുരാൻ തന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിഞ്ഞതുകൊണ്ട്, ഉള്ളതുപോലെ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ദൈവം സഹായിച്ചതുകൊണ്ട്, മാതാപിതാക്കന്മാർ അത് പഠിപ്പിച്ചതുകൊണ്ട് ഇന്നും തൃപ്തിപ്പെട്ടാ ജീവിക്കുന്നത്. ഉള്ളത് കൊടുക്കാൻ ദൈവം സഹായിച്ചു, തൃപ്തി ഉള്ളത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ ഭൂമിയിൽ പാർത്തുകൊണ്ട് തങ്ങൾ അന്യരും പരദേശികളുമായിരുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകളെ നമ്മൾ പഠിപ്പിച്ചോളണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അവരെ നമ്മൾ പഠിപ്പിക്കണം. ഇല്ലാത്തത് മേടിച്ചു കൊടുത്ത് ഇല്ലാത്തതിനെ തൃപ്തിപ്പെടുത്താൻ നിന്നാൽ അവസാനം നിനക്ക് ഭാരമാവും, നീ കുടിയിൽ പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയുമ്പോൾ പലർക്കും വിഷമം തോന്നുന്നുണ്ടല്ലേ? ദയവായിട്ട് എന്നോട് ക്ഷമിക്കണേ. നിങ്ങൾക്ക് വിഷമം വചനത്തോടുണ്ടായാൽ മതി, എന്നോട് വേണ്ട. വാഗ്ദത്ത ദേശത്തെന്ന പോലെ അവർ അന്യരും പരദേശികളുമാണെന്ന് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് മരിച്ചു. എന്താ കാരണം എന്നറിയാമോ? നമ്മേക്കാൾ മുമ്പോടിയ അനേക ഭക്തന്മാരും അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് ശില്പിയായി നിർമ്മിച്ചൊരു നഗരത്തിനായി അവർ പ്രത്യാശയോടെ കാത്തിരുന്നു. അതിനുള്ള കാരണം ഈ ഭൂമിയിൽ താൻ നേടുന്നതും സമ്പാദിക്കുന്നതെല്ലാം നഷ്ടപ്പെടുമെന്നും സമ്പാദിക്കാൻ കഴിയാത്ത ഒന്ന് സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ടെന്നുള്ള പ്രത്യാശ അവർക്കുള്ളതുകൊണ്ടും അവർ അവാത്തത്തെ നിവർത്തിക്ക് വേണ്ടി ദൂരദേശത്തെന്ന പോലെ, അല്ലേ? ആ വചനം നിങ്ങൾ ധ്യാനിക്കണം. അന്യരും പരദേശികളുമായി ഈ ഭൂമിയിൽ താമസിച്ചുകൊണ്ട് അവർ വിശ്വാസത്തിൽ മരിച്ചു. ഒരു ചരിത്ര സംഭവം കൂടി ഞാൻ പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി ഞാൻ നിന്നിടുന്നുവേ എന്ന ഗാനം എഴുതിയ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ആ ഗാനം എഴുതുവാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ദൈവദാസൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ഓർമ്മയിൽ വെച്ച് എനിക്കറിയാവുന്നതാണ് ഞാൻ പറയുന്നത്. ദയവായി അതിനേക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയുന്നത് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. ആ മനുഷ്യൻ്റെ ജ്യേഷ്ഠൻ നാട്ടിൽ താൻ താമസിക്കുന്ന ഭവനത്തിൽ മരിക്കുവാൻ കിടക്കുകയാണ്. അന്ന് ഇന്നത്തെ പോലെയല്ല. ഇന്ന് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഈ സാധനമുണ്ട്. അന്ന് ഒന്നില്ലെങ്കിൽ കത്തെഴുതിയോ കമ്പി അയച്ചോ വേണം വരാനായി. ഈ ദൈവദാസൻ, ഈ പാട്ടെഴുതിയ ദൈവദാസൻ, തൻ്റെ ജ്യേഷ്ഠൻ മരിക്കാൻ കിടക്കുന്നു എന്ന് തനിക്കറിയില്ല. അങ്ങനെ മരിക്കാറായി തൻ്റെ അനിയനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് മറ്റുള്ളവരോട് പറഞ്ഞ്
താനൊരു കത്തെഴുതി. ഈ കത്ത് കിട്ടിയപ്പോഴേക്കും ഏറെ സമയം കഴിഞ്ഞു. കാരണം താൻ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ആയിരുന്നു താമസിച്ചിരുന്നത്, കർത്താവിൻ്റെ വേല ചെയ്ത്. അങ്ങനെ തനിക്ക് ഈ കത്ത് കിട്ടിയപ്പോൾ വേഗം, ഇന്നത്തെ പോലെ സൗകര്യമൊന്നുമില്ലല്ലോ, സ്വിച്ചിട്ട പോലെ വിമാനത്തിൽ കയറി വരാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് പണ്ടത്തെ കാലം, ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഏറെ താമസിച്ച് തൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ ജ്യേഷ്ഠനെ കാണാനായിട്ട് കടന്നു വരികയാണ്. അങ്ങനെ ജ്യേഷ്ഠനെ കാണാൻ വേണ്ടി താൻ ഭവനത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ജ്യേഷ്ഠൻ, അദ്ദേഹം പറയുന്ന ഒരു കുറിപ്പിനകത്ത് ഇങ്ങനെ പറയുന്നത്, ഏകദേശം 3 ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ജ്യേഷ്ഠൻ മരണമടഞ്ഞു. അത്രയും മരണാസന്നായി കിടക്കുക. തന്നെ കിടത്തിയ കട്ടിലിൻ്റെ ഒരു അരികത്ത് ചേർന്ന് ജ്യേഷ്ഠൻ ഇങ്ങനെ ദൈവത്തെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഈ മനുഷ്യനത് കണ്ടു. കണ്ടടുത്ത് വന്നിട്ട്, പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അദ്ദേഹത്തെ ആ കട്ടിലിൻ്റെ അടുത്ത് നിന്ന്, ആ അരികെ നിന്ന് യഥാർത്ഥമായി കിടത്താനായിട്ട് ശ്രമിച്ചപ്പോൾ ഈ പാട്ട് എഴുതിയ ആ ദൈവദാസനോട് ജ്യേഷ്ഠൻ പറഞ്ഞു, കുഞ്ഞുഞ്ഞേ, എന്നെ അങ്ങനെ കിടത്തരുത്. കാരണം എൻ്റെ കട്ടിലിൻ്റെ അരികത്ത് ദൈവദൂതന്മാർ നിൽക്കുന്നുണ്ട്. സ്തോത്രം. ദൈവദൂതന്മാർ കട്ടിന്, നീ അത് കാണുന്നില്ലേ? ദൈവത്തിന്റെ ദൂതന്മാർ ആ കട്ടിന്റെ അടുക്ക് നിൽക്കുന്നു. ദേ കയറുന്നു, ദേ വരുന്നു. ഇത് കണ്ടത് കേട്ട ദൈവദാസൻ തന്റെ ജ്യേഷ്ഠന്റെ മരണശേഷം എഴുതിയതാണ്, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കാൻ സദാ സന്നദ്ധനായി ഞാൻ നിന്നിടുന്നേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പിതാവെല്ലാം മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദൂതന്മാർ കയറിയും ഇറങ്ങിയും വരുന്നത് ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തന്റെ മരണം യഹോവയുടെ സന്നിധിയിൽ വിലയേറിയതാണ്. അവൻ ആത്മമണ്ഡലത്തെ കാണുന്നു, ദൂതന്മാരെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയാത്ത പലരും ഹല്ലേലൂയ കാലൻ വരുന്നേ എന്ന് പറഞ്ഞ് അലറുമ്പോൾ ഒരു ഭക്തൻ ശാന്തമായി മരിക്കുന്നു. കാരണം അവൻ മരിച്ചാൽ അവന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പലരുടെയും മരണം ഞാൻ കണ്ടിട്ടുണ്ട്. അനേകരെ നിലവിളിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു കാലഘട്ടത്തിൽ സകലവും വെച്ച് വിളമ്പി സകലവും നേടി തലമുറകൾക്ക് വേണ്ടി കരുതി ദൈവത്തെ അറിയാതെ നിത്യ നരകത്തിലേക്ക് കടന്നു പോകുന്ന പലരും അലറി നിലവിളിക്കുമ്പോൾ ഒന്നുമില്ലാതെ ശാന്തമായി ഈ ഭൂമിയിൽ എളിമയോടെ ദൈവത്തിന്റെ നീതി ചെയ്തു വേല ചെയ്ത് ജീവിച്ച അനേക ഭക്തന്മാരുടെ മരണത്തിൽ അവർ സന്തോഷിക്കുന്നു. കാരണം സ്വർഗം ഭക്തനെ കുറിച്ച് വിലയിരുത്തുന്നത്, എൻ്റെ ഭക്തന്റെ മരണം വിലയേറിയതാണ്. Praise the Lord. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ ദൈവമക്കളെ? പരദേശിയായി ജീവിക്കുന്നവന്റെ മരണം ഭക്തന് വിലയേറിയതാ, ദൈവത്തിന് വിലയേറിയതാ. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് പ്രൈസ് ദി ലോർഡ് ശവടക്ക് അടക്കാനായി സെന്റർ മുഴുവൻ വന്നില്ലേലും, പ്രൈസ് ദി ലോർഡ് ലൈവ് വിട്ടില്ലേലും അവന്റെ കൂടെ ദൈവത്തിന്റെ ദൂതന്മാരുണ്ടെന്ന് അവർ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ മരണം ഒരു ഭക്തനെ പോലെ എനിക്ക് മരിക്കണം. നീ കാണാത്ത ചില ആത്മമണ്ഡലങ്ങൾ നിനക്ക് വേണ്ടി കർത്താവ് അപ്പോൾ തുറക്കും. സ്റ്റെഫാനോസ് ആത്മാവിൽ കണ്ടു, സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് അവനെ സ്വീകരിക്കാൻ ദൈവപുത്രൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അങ്ങനെ കാണുന്ന ഭക്തന്റെ മരണം ദൈവത്തിന് വിലയേറിയതാ. പ്രൈസ് ദി ലോർഡ്. വിലയാൻ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റുമോ? കർത്താവേ ഭക്തനെ പോലെ എനിക്ക് മരിക്കണം. ഹല്ലേലൂയ. അപ്പൊ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ 39-ാം സങ്കീർത്തനത്തിൽ നിന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അറിയേണ്ട 3 കാര്യങ്ങൾ. 1, നാവിനെ സൂക്ഷിക്കേണ്ടത് അറിയണം. 2, ഞാനൊരു ക്ഷണികനാണെന്നറിയണം. 3, ഞാനൊരു പരദേശിയാണെന്നറിയണം. ഈ 3 അറിവുകളും അറിഞ്ഞ ഭക്തൻ 1-ാമത്തെ വാക്യം കൂടി വായിച്ച് ഞാൻ ദൈവസന്നിധിയിലിരിക്കുന്നു. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും
ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ സ്തോത്രം, നമ്മുടെ ഹൃദയത്തെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാമോ? നമ്മളൊരു പ്രസംഗം കേൾക്കാനല്ലല്ലോ ഇരുന്നത്. കർത്താവിൻ്റെ ആത്മാവ് നമ്മോടൊന്ന് പകലിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തികളോട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചെറിയവരും വലിയവരുമായ എല്ലാ വ്യക്തികളോടും ദൈവാത്മാവ് ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട് ദൈവാത്മാവ് ഇന്ന് ഇടപെട്ടിട്ടുണ്ട്. പലരെയും ദൈവം തൊട്ടിട്ടുണ്ട്. ചിലരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്, ചിലരോട് ദൈവം ആശ്വസിപ്പിച്ചിട്ടുണ്ട്, ചിലരെ ദൈവം ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്, ചിലരെ ദൈവം പാപബോധം കൊടുത്തിട്ടുണ്ട്, ചിലർ പശ്ചാത്തപിച്ചിട്ടുണ്ട്, ചിലർ മടങ്ങി വരാൻ പോകുക. ഹല്ലേലൂയ. ഇത് ആളുകളെ വെറുതെ കേൾപ്പിക്കാൻ വേണ്ടി എഴുന്നേറ്റ് സ്തോത്രം പറയുന്ന ഒരു ശുശ്രൂഷയല്ല. അങ്ങനെ ശുശ്രൂഷ ദൈവാത്മാവ് ചെയ്യുന്നില്ല. ഇതൊരു ഉണർവ് കടന്നു വരുന്ന ശുശ്രൂഷയാ. ഉണർവ് എന്ന് പറയുന്നത് പാപബോധം വരുന്നതാ. പാപബോധം എന്ന ദൈവസന്നിധിയിൽ കരയുന്നതാ, എഴുന്നേൽക്കുന്നതാ. വീണ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് അപ്പാ എന്ന് സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല. That is revival. റിവൈവൽ എന്ന് പറയുന്ന, ഉണർവ് എന്ന് പറയുന്ന അതാ. Praise the Lord. ഇത് കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരും ഈ ശുശ്രൂഷയ്ക്കകത്ത് നിന്ന് എഴുന്നേറ്റ് നടക്കരുത് ദയവായി. ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. ഇതൊരു കേവലം പ്രസംഗം കേട്ടു പോകാനല്ല, ഇതിനകത്ത് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. ഇത് ഹല്ലേലൂയ, ഈ ഒരു പകർച്ച നിങ്ങളുടെ അകത്തുനിന്ന് നിങ്ങളുടെ തലമുറയിലേക്ക് പോകട്ടെ. നിന്റെ കണ്ണുനീർ തലമുറയിലേക്ക് പോകട്ടെ, നിന്റെ പ്രാർത്ഥന തലമുറയിലേക്ക് പോകട്ടെ, നിന്റെ വിശ്വാസം തലമുറയിലേക്ക് പോകട്ടെ. ഹല്ലേലൂയ. റകബ ശതരകബ കൗഡാരിക ശതരകബ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. പരിശുദ്ധാത്മാവ് തൊടുകയാണ് നിങ്ങളെ. ആത്മാവിന്റെ മണ്ഡലങ്ങൾ ദൈവം നിങ്ങളെ തൊടുകയാണ്. ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുകയാണ്. കർത്താവിനോട് പലതും പ്രാർത്ഥിച്ച് മടുത്തു എന്ന് പറയുന്ന പലരുമുണ്ട്. ആത്മാവ് പറയുന്നു, നീ മടുത്തു, പക്ഷെ ഞാൻ മടുത്തിട്ടില്ല. നീ പറഞ്ഞു മടുത്തു എന്ന് നിന്റെ ഹൃദയത്തിനകത്ത് ചിന്ത വന്നു, പക്ഷെ ഞാൻ മടുക്കാത്തവനാണ്. ഹല്ലേലൂയ. ഞാൻ ചെയ്തു തരാൻ ശക്തിയുള്ളവനാണ്. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. Praise the Lord. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വ്യാപരിക്കുന്നു. ശോധന ചെയ്യാൻ, മടങ്ങി വരാൻ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്തുണ്ട് എന്ന് ദൈവാത്മാവ് ബോധ്യം തന്നാൽ, സങ്കീർത്തനകാരൻ പറഞ്ഞതുപോലെ, കർത്താവേ എന്നെ മടക്കി വരുത്തണമേ എന്നുള്ള നിലവിളികൾ ഉയരട്ടെ. ഒരു മനുഷ്യൻ നിന്റെ നിലവിളി കണ്ടില്ലെങ്കിലും കാണുന്നൊരു ദൈവം അദൃശ്യ മണ്ഡലത്തിലുണ്ട്. ഹല്ലേലൂയ. ഒരു പക്ഷേ തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടാവാം. എന്റെ തലമുറ നഷ്ടപ്പെട്ടു പോയെന്നോ കർത്താവേ എന്ന് ചിന്തിക്കുന്ന പലരും ഇതിനകത്തുണ്ട്. കർത്താവേ, എന്റെ തലമുറയ്ക്ക് സുബോധം കൊടുത്തിരുന്നെങ്കിൽ, ഞാൻ പറയേണ്ട സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവർ നശിച്ചു പോകില്ലായിരുന്നല്ലോ. ഞാൻ എടുക്കേണ്ട പല തീരുമാനങ്ങളും ദൈവസന്നിധിയിൽ ചോദിക്കാതെ എടുത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഹല്ലേലൂയ. മാതാവേ, പിതാവേ, സംഭവിച്ചു പോയി. അതോർത്ത് നീ ദുഃഖിച്ച ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു മടങ്ങി വാ. തലമുറയ്ക്കൊരു മടങ്ങി വരവ് ദൈവം കൊടുക്കും. നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് ദൈവം അത് ചെയ്യും. നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് നിന്റെ തലമുറ മടങ്ങി വരും. നീ ഏറ്റുപറയാൻ തയ്യാറായാൽ നിന്റെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഒരു നീതിമാനായ കാര്യസ്ഥൻ പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. അവനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നാൽ, മടങ്ങി വന്നവനെ ദൂരത്തു നിന്ന് സ്വീകരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അപ്പന്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങി പോകും എന്ന് ഹൃദയത്തിൽ ചിന്തിച്ച നിമിഷം പിതാവ് അത് ഭവനത്തിൽ നിന്ന് ആത്മാവിൽ കണ്ടു. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തലമുറ ആയിരിക്കുന്ന സ്ഥലത്ത് അവന്റെ ചിന്തയെ തിരിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ പ്രാർത്ഥനകൾ ധൂപമായി ദൈവസന്നിധിയിൽ ഉയരട്ടെ. അടുത്ത നിന്റെ ഫോൺ കോളിനകത്ത് കേൾക്കുന്നത് അവന്റെ അല്ലെങ്കിൽ അവളുടെ മടങ്ങി വരവായിരിക്കട്ടെ.
അപ്പൻ വിശ്വാസത്താൽ കണ്ടു. ഹല്ലേലൂയ. പന്നിയുടെ വാള വരെ കഴിച്ചിട്ട് അപ്പന്റെ ഭവനത്തിൽ നിന്ന് അവകാശമെല്ലാം മേടിച്ചു കൊണ്ടുപോയി ധൂർത്തടിച്ച ആ ധൂർത്തനായ പുത്രൻ അവകാശമെല്ലാം നഷ്ടപ്പെട്ടവനായി അവൻ മടങ്ങി വരുന്നത് പന്നിയുടെ വാള വരെ തിന്നുമ്പോഴാ. ഹല്ലേലൂയ. പലരുടെ ജീവിതത്തിൽ ഈ വാള വരെ അനുഭവിക്കുമ്പോഴാ അപ്പന്റെ ഭവനത്തിലേക്ക് ഒന്ന് ചെല്ലാൻ തോന്നുന്നത്. ഈ അനുഭവത്തിലൂടെ കടത്തി വിടുന്നതിന്റെ കാരണം തന്നെ ഈ മടങ്ങി വരവിനുള്ള സാധ്യത സ്വർഗം കണ്ടതുകൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കും കർത്താവ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. വേണം, ചിലത് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് മടങ്ങി വരവിനാ. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൻ ഭവനത്തിലിരുന്ന് കണ്ടു. മകൻ ഹൃദയത്തിൽ തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും. അവിടെ എനിക്ക് നഷ്ടപ്പെട്ട സ്ഥാനങ്ങൾ എത്രയോ ഉണ്ടായിരുന്നു, എങ്കിലും എനിക്ക് മറ്റൊന്നും വേണ്ട. അപ്പനെ ഞാൻ കാണുമ്പോൾ ഇങ്ങനെ പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അത് ഹൃദയത്തിൽ ചിന്തിച്ച തീരുമാനമെടുത്ത സമയം തന്നെ അപ്പന്റെ ഭവനത്തിൽ നിന്ന് അപ്പൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. മകൻ എപ്പോൾ വരുമെന്ന് നോക്കിയിട്ട്. മടങ്ങി വരുന്നവരെ സ്വർഗം എത്ര നോക്കി പ്രതീക്ഷിച്ചിരിക്കുന്നറിയാമോ? ഒരു പാപി മാനസാന്തരപ്പെട്ട് കാണാൻ സ്വർഗം എത്ര സന്തോഷിക്കുന്നു. ഒരു നീതിമാൻ മടങ്ങി വരുന്നത് കാണാൻ വചനം പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ നിലമരിശാഖയിൽ എഴുന്നേൽക്കും. എഴുന്നേൽക്ക് നീതിമാന്മാരെ, എഴുന്നേൽക്ക്. വിശുദ്ധന്മാരെ, എഴുന്നേൽക്ക്. സ്വർഗീയ ഓഹരിക്ക് അവകാശികളായുള്ളവരെ, എഴുന്നേൽക്ക്. നിന്റെ സമയമായി. വീണ് കിടത്തിടത്തുനിന്ന് ഹല്ലേലൂയ അവൻ എഴുന്നേറ്റു. അവൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ആർദ്രവാനായ അപ്പൻ അവനെ ദൂരത്ത് നിന്ന് കണ്ടു എന്ന വചനം. ജീസസ്, ആ ദൂരമൊന്നും നമ്മുടെ സങ്കല്പം കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല. ഇനി അങ്ങനെ അളക്കാൻ കഴിയുന്നതാണെങ്കിൽ നിങ്ങളുടെ കാലഘട്ടം മതി. നിങ്ങളിപ്പോൾ ജീവിച്ചിരുന്നു ദൈവത്തോടു കൂടെ ആദ്യ സ്നേഹത്തിലിരുന്ന കാലഘട്ടവും ഇപ്പോഴുള്ള കാലഘട്ടവും തമ്മിലുള്ള ദൂരം ഒന്ന് അളന്നാൽ മതി. ഏറ്റവും വലിയ മടങ്ങി വരവ് ഏതാണെന്നറിയാമോ? എഫേസ്യ സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നതാ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വാ. യഥാർത്ഥമായ റിവൈവൽ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്നതോ. ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ആത്മാ പറയുന്ന ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ. അപ്പൻ മകനെ കണ്ടു. ദൂരത്ത് നിന്ന് വരുന്ന മകനെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ് എത്ര വലിയവനാ. ആരും നമ്മളെ കരുതില്ലെങ്കിലും, ഒരു പാസ്റ്റർ നമ്മളെ കൈകൊണ്ടില്ലെങ്കിലും, ഒരു സഭ നമ്മളെ ഗവനിച്ചില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ കാണുന്ന, നിങ്ങളെ പോറ്റുന്ന, പുലർത്തുന്ന ഒരു അപ്പൻ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുണ്ട്. മടങ്ങി വാ, ചേർത്ത് പിടിക്ക്. ഒരുക്കേണ്ട വഴികളൊക്കെ എങ്ങനെ തുറക്കണമെന്ന് അവൻ നിന്നെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു വഴി നടത്തും. ഹല്ലേലൂയ. ഒരപ്പൻ സ്വർഗത്തിൽ നിന്ന് നോക്കുക. ഇന്നാരെങ്കിലും ഓഗസ്റ്റ് മാസം 4-ാം തീയതി 3-ാം തീയതി ഈ ഹല്ലേലൂയ ഞായറാഴ്ച ഈ വിശുദ്ധ ആരാധന യോഗത്തിൽ മടങ്ങി വന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവ മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുക. അവന്റെ കണ്ണ് ഇവിടെയുണ്ട്. ഹല്ലേലൂയ. അവന്റെ കണ്ണ് എത്താത്തൊരു സ്ഥലവുമില്ല. ആ കണ്ണ് എത്തിച്ചേരുന്നത് മനുഷ്യർക്ക് ആർക്കും കാണാൻ കഴിയാത്ത നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് അത്രേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ജനത്തെ സ്പർശിക്കുന്നതിനായിട്ട് നന്ദി. ആത്മാവേ, അങ്ങ് നിയോഗിക്കുന്നതിനായിട്ട് നന്ദി. അടിയൻ ഒന്നിനും യോഗ്യനല്ലപ്പ. പരിശുദ്ധാത്മാവിന്റെ നിയോഗമുള്ളതിനായിട്ട് നന്ദി. തവേ, നിന്റെ ജനത്തെ അങ്ങ് തൊടണമേ. നിന്റെ ജനത്തോട് ഇടപെടണമേ.
നിന്റെ ജനം യഥാസ്ഥാനപ്പെടേണ്ടതിന് അവരെ മടക്കി വരുത്തണമേ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്ത് ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഈ 39-ാം സങ്കീർത്തനം ഭക്തന്റെ ജീവിതത്തിലെ പ്രാർത്ഥനയാണെങ്കിലും നിലവിളിയാണെങ്കിലും ആത്മാവേ, അതിനകത്തുകൂടി ഞങ്ങളോട് സംസാരിക്കേണ്ടത് ഞങ്ങൾ ആരാണെന്ന് കർത്താവേ, ആ 3 വ്യത്യസ്തതകൾ പരിശുദ്ധാത്മാവ് എന്ന് പകൽക്കാലം വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. നാവിനെ ഞങ്ങൾ എങ്ങനെ സൂക്ഷിക്കണമെന്ന് അറിയണം. ഞങ്ങൾ എത്ര ക്ഷണീകരാണെന്ന് ഞങ്ങൾ അറിയണം. ഞങ്ങളിവിടെ പരദേശികളാണെന്ന് അറിയണം. അപ്പ, ഞങ്ങളത് അറിയുന്നു. അപ്പ കർത്താവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ ആരാണെന്ന് അറിയുന്നു. അപ്പ ദൈവം ഇത് കേവലം വചനമായിട്ട് കടന്നു ചെന്ന് കർത്താവെ, വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ഏറ്റെടുപ്പാൻ നിന്റെ ജനത്തെ സഹായിക്കണം. അടിയനെയും ഈ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയനും മടങ്ങി വരുന്നു. കർത്താവെ, അടിയനും ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ യാതൊരുവിധ യോഗ്യതയുമല്ല ഇങ്ങനെ നിൽക്കാൻ അടിയന് കഴിയുന്നത്. അടിയനെ യോഗ്യനാക്കി തീർത്ത ദൈവത്തിൻ്റെ കരത്തിനായിട്ട് നന്ദി. അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായി താഴ്ത്തിയേൽപ്പിക്കുന്നു. ഈ പട്ടണത്തിൽ ഞങ്ങളൊരു ചെറിയ കൂട്ടമാണ്. അപ്പ, ഞങ്ങൾക്ക് യാതൊരുവിധ യോഗ്യതകളുമില്ല. ഞങ്ങളിൽ ആരും പ്രബലമാർ ഇതിനകത്തില്ല. ഞങ്ങളിൽ ആരും വിദ്യാഭ്യാസമുള്ളവർ ഇതിനകത്തില്ല. ഈ ലോകത്തിന്റെ ശ്രേഷ്ഠതകളൊന്നും ഞങ്ങളെ നോക്കി പറയാനില്ല. പക്ഷെ അപ്പൻ തരുന്നൊരു ശ്രേഷ്ഠത ഞങ്ങൾക്കുണ്ട്. അപ്പൻ തരുന്നൊരു അവകാശം ഞങ്ങൾക്കുണ്ട്. അപ്പൻ തന്നൊരു അധികാരം ഞങ്ങൾക്കുണ്ട്. അത് ലോകത്തിന് അടിയറ വയ്ക്കാതെ, ജനത്തിന് അടിയറ വയ്ക്കാതെ, പിശാചിന് അടിയറ വയ്ക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ നിലനിർത്താൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയുടെ ഭാഗവാക്കായി തീർന്ന എല്ലാവരെയും, ചെറിയവരെയും വലിയവരെയും, ഓൺലൈനിൽ ഞങ്ങളെ കേട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് ഞങ്ങളൊരു അനുഗ്രഹമാകുന്നു. ഞങ്ങൾ അവർക്കൊരു അനുഗ്രഹമാകുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക്